സങ്കേതവും എൻ്റെ ബലവും. എൻ്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും. എൻ്റെ സങ്കേതവും എൻ്റെ സങ്കേതവും ബലവും അപ്പാ എനിക്കേറ്റമടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എൻ്റെ സങ്കേതവും എൻ്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും. എൻ്റെ സങ്കേതവും എൻ്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അപ്പാ അരികെ വരുവാൻ കൃപകൾ തരുവാൻ ആരുമിതുപോൽ ഒരുവൻ. അരികിൽ അരികെ വരുവാൻ കൃപകൾ തരുവാൻ ആരുമിതുപോൽ ഒരുവൻ. എല്ലാ ഭാരങ്ങളും എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കും എന്നെ നിത്യം. ഉറപ്പോടെ കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കും എന്നെ നിത്യം. എൻ്റെ സങ്കേതവും എൻ്റെ സങ്കേതവും ബലവും. ചേർന്ന് പാടിയാട്ടെ. എനിക്കേറ്റമടുത്ത തുണയും. എൻ്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇത്ര നല്ലവനാ, ഇത്ര നല്ലവനാ പ്രിയനേ. ഈ ധരയിൽ രുചിച്ച
പാടിക്കാട്ടെ. ഇടയായ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും. എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. സ്നേഹത്തോടെ ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏത് നേരത്തിലും ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏതു മാത്രമായിക്കോട്ടെ, പറ്റിച്ചേർന്ന് നിൽക്കുന്ന നമ്മളോടുള്ള സ്നേഹത്തെയാണ് നമ്മൾ ഉയർത്തുന്നത്. മറ്റാരും നൽകുന്നതിനേക്കാൾ അപ്പുറമായൊരു വലിയ സ്നേഹമാണ്, പകരം വയ്ക്കുവാനില്ലാത്തൊരു സ്നേഹമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഓർക്കുക മാത്രമല്ല, ചിന്തിക്കുക മാത്രമല്ല, അവനോടൊന്ന് അടുത്ത് ചെന്നൊന്ന് നോക്കാവോ. അവൻ നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ വലിപ്പവും ആഴവും നീളവും ഉയരവും വീതിയും എല്ലാം അതനുഭവിച്ചറിഞ്ഞവർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ളതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട. തിരുവചനം ഇങ്ങനെ ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കർത്താവെങ്കിൽ ഈ ഭൂമിയിൽ എന്തെല്ലാം നമുക്ക് ആവശ്യമാണോ തൻ്റെ സ്നേഹത്താൽ നമുക്കത് നിറച്ചു തരും. എന്നാൽ ഹല്ലേലൂയ, ഉയരത്തിലുള്ള വലിയ കർത്താവിൻ്റെ ആ വലിയ നിത്യമായ ഭവനത്തിലേക്കാണ് നമ്മൾ കണ്ണുയർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വർഗ്ഗഭവനത്തിലേക്ക് മാത്രം ഉയർത്തിക്കൊണ്ട് നമുക്ക് ചേർന്ന് പാടാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Hallelujah, hallelujah. യേശുവേ, യേശുവേ. Hallelujah, hallelujah. Hallelujah, hallelujah. Praise the Lord. Hallelujah. യേശുവേ. വിണ്മയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. പാടിയാട്ടെ. വിണ്മയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും വിണ്മയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ
പാ വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലരെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലരെല്ലാം മാറിയിടുമേ. വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി ഏകാന്തമായി കർത്താവ് ഏകാഗ്രതയോടെ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഞങ്ങളുടെ വചനം കേൾക്കുവാൻ, കർത്താവ് ശ്രദ്ധയോടെ അങ്ങയുടെ വചനം ഗ്രഹിച്ചറിയുവാൻ എല്ലാ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമെന്ന് ഞാൻ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വഴിയാത്രയ്ക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ വേഗത്തിൽ കൂട്ടി വരുത്തണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ വചനം പഠിപ്പാൻ, ആ നിത്യത്തിലാക്കി ഞങ്ങളുടെ ഓട്ടം വേഗത്തിൽ ഇനിയും ഓടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വേൾഡിനെ കുറിച്ചാണ്. ലാസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് 1 യോഹന്ന ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ക്ലാസ്സൊക്കെ എടുക്കുന്നത്? ഹല്ലേലൂയ. ഒട്ടനവധി ആൾക്കാർക്ക് സന്തോഷമാണ്. അവർക്ക് അല്പം കൂടി നിത്യത്തിലേക്ക് അടുക്കാൻ കഴിയുന്നു എന്ന് കാണുകയും കേൾക്കുകയും ഒട്ടനവധി ഫോൺ കോളൊക്കെ വരികയും ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നു. എന്നെക്കാളേറെ സ്വർഗവും സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. കാരണം ഈ ചെറിയ ജീവിതം നമുക്കിവിടെ ആയുസ്, ചെറിയ ആയുസ്, അത് എത്ര വർഷമാണെന്ന് നമുക്കറിയത്തില്ല. എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ വിസ തീരാം, കാലാവധി കഴിയാം. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ യേശുവിനെ പോലെയായി മാറുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മളെ രക്ഷിച്ചെടുത്തത് അതിനുവേണ്ടിയാണ്. നമ്മൾ കർത്താവ് പാപത്തിൽ നിന്ന് വിടുവിച്ചെടുത്തത് നമ്മളെ അതിനുവേണ്ടിയാണ്, ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ സഭാജീവിതം പോലും ഈ പ്രാദേശിക സഭകൾ, ന്യൂ ലൈഫ് മാത്രമല്ല ഞാൻ പറയുന്നത്, പ്രാദേശിക സഭകൾ എവിടെയൊക്കെ പ്രാദേശികമായ ലോക്കൽ ചർച്ചുകളുണ്ടോ അവിടെയെല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം, അവിടുത്തെ ഇടയന്മാരുടെയൊക്കെ ഉത്തരവാദിത്വം, അവിടുത്തെ ലീഡേഴ്സിൻ്റെ ഉത്തരവാദിത്വം മറ്റൊന്നുമല്ല. അവിടെ കയറി വരുന്ന പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് അകത്തു വരുന്നവരെ കൺമോഹം, ജീവിതത്തിലെ പ്രതാപമൊക്കെ പറിച്ചു കളഞ്ഞിട്ട് അവരെ സ്വർഗത്താൽ നിറച്ച് യേശുവിനെ പോലെ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു സഭയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. ഹല്ലേലൂയ. അതിൽ നമ്മൾ നിൽക്കുന്നില്ലെങ്കിൽ വളരെ പരിതാപകരമായിരിക്കും ക്രിസ്തു ജീവിതം. നമ്മുടെ മുന്നോട്ട് ഓടി എവിടെയെങ്കിലുമൊക്കെ പോയി ഇതുപോലെ പിന്നീട് ക്ലാസ് വരും. നമുക്ക് മരുഭൂമി പ്രയാണ യാത്രയിൽ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായ മക്കളൊക്കെ എത്രയോ പേരാ നശിച്ച് മണ്ണിലേക്ക് കടന്നുപോയത്. വളരെ കുറച്ച് പേർ മാത്രമേ കർത്താവിൻ്റെ രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് ഇന്ന് പഠിക്കുമ്പോൾ അല്പമായി ഗ്രഹിക്കാൻ കഴിയും. എന്താണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ആഴമായി പഠിച്ച എത്രയോ ഈ നമ്മൾ യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-17 വാക്യം പഠിക്കുമ്പോൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണിത്. ഒറ്റവാക്കിൽ നമ്മളിപ്പോൾ കുറേ ആഴ്ചകളായി ഇത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക. ലോകത്തെയും എന്താണെന്ന് പിന്നീട് പഠിക്കും, ലോകത്തിലുള്ളതിനെയും. അപ്പോൾ ഇപ്പോൾ ലോകത്തിലുള്ളതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. ലോകത്തിലുള്ളത് എന്തൊക്കെയാ? താഴെ 16-ാം വാക്യം പറയുന്നു, ജഡമോഹം, ജീവനത്തിലെ പ്രതാപം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. നമുക്കിത് പറഞ്ഞ് പെട്ടെന്ന് വിട്ടു. പക്ഷേ കഴിഞ്ഞ ആഴ്ചകൾ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മളറിയാതെ പിശാച് നമ്മെ ചതിച്ചുകൊണ്ടിരിക്കുക. ഈ വിഷയത്തിൽ എത്രയോ ദൈവകുഞ്ഞുങ്ങൾ അതറിയാമോ ഈ 3 വിഷയത്തിൽ പെട്ടിരിക്കുന്നത്? അറിയുന്നില്ല, അറിയാൻ കഴിയത്തുമില്ല. ഈ വിഷയം അത്രയും വളരെ ശ്രദ്ധേയമായ വിഷയമാണിത്. എന്നിട്ടാ പറയുന്നത് ജഡമോഹം, എന്നിട്ട് പറയുക അവനിൽ പിതാവിന് സ്നേഹമില്ല, ജഡമോഹം, കൺമോഹം, ജീവിതത്തെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, അല്ലേ? അപ്പോൾ ലോകത്തെയും ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലെ ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ പ്രതാപമൊക്കെ ചെയ്താലും അത് ലോകത്തിലുള്ളതാണ്. അതിൻ്റെ മോഹങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെ ഒഴിഞ്ഞു പോകും, അല്ലേ? ഇവിടെ ഒഴിഞ്ഞു പോയാൽ അതെങ്ങോട്ട് പോകുമെന്ന് നമുക്ക് നേരത്തെ പഠിച്ചതാണ്. നരകമല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷേ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിത്യത്തിൽ വസിക്കുമെന്നാണ് പറയുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് ആഴമായി എത്രയോ ആഴ്ചകൾ നമ്മൾ ഇത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക. ആദ്യ മനുഷ്യനായ ആദത്തിനെയും ഹവ്വയെയും സാത്താൻ ചതിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ആഴമായി പഠിച്ചതാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടായിരുന്നു. യേശുവിനെയും ചതിക്കുവാൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന പിശാചും ഇതേ തന്ത്രങ്ങളുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചും ആഴമായി പഠിച്ചു കഴിഞ്ഞതാണ്. എങ്ങനെയാണ് യേശു അവരെ സാത്താനെ ജയിച്ചതെന്ന് നമ്മൾ കണ്ടു, അല്ലേ? ഒട്ടനവധി ആൾക്കാർക്ക് വിട്ടുപോകുന്ന പ്രശ്നമാണ്. നീ ദൈവപുത്രനെങ്കിൽ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കാന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു വാങ്ങി ചാടി ചെയ്യും അത്. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്താ പറയുക ആത്മീയ നന്മകളൊക്കെ നമ്മുടെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയല്ല, അത് ദൈവരായത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നമ്മൾ അറിയാതെയൊക്കെ പലപ്പോഴും ചാടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പലപ്പോഴും ദൈവത്തിന് വിപരീതമായി നമ്മൾ ചെയ്യുകയാണ്. ഇത് നമുക്ക് വേണ്ടിയുള്ളതല്ല, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവ് കൊടുത്തിരിക്കുക. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ച കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ അത് ഒട്ടനവധി കാര്യം നമ്മൾ പഠിച്ചു. അതിന് ആഴമായി തന്നെ നമ്മൾ ചിന്തിച്ചതാണ്. പഠിച്ച് അവസാനം നമ്മൾ എത്തിപ്പെട്ടത് ഇവിടെയാണ്.
ജഡമോഹം, കൺമോഹം, ജീവനത്തിലെ പ്രതാപം. ഇത് മൂന്നും എന്താണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ജഡമോഹത്തെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ? തുടങ്ങി വെച്ച് നമ്മൾ ജഡമോഹം അല്ലേ? ഓർമ്മയുണ്ടോ നിൽക്കില്ല? ഹല്ലേലൂയ. വേറൊന്നുമല്ല, നമുക്ക് ഭക്ഷണം കഴിക്കുന്ന നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ആവശ്യമായ ആഗ്രഹങ്ങളെ അതിനെ സാത്താൻ എന്ത് ചെയ്തറിയാമോ? അതിന് വേറെ ഇങ്ങനെ പേരാണ്, അതിന് നമ്മുടെ സകലവിധമായ ദുരാഗ്രഹങ്ങളിലേക്ക് മാറ്റിയിട്ട്, ഇതിനെ മറ്റു എഴുതിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആഗ്രഹങ്ങളെ ദുരാഗ്രഹങ്ങളിലേക്ക് മാറ്റിയിട്ട് വചനം ലംഘിപ്പിച്ചുകൊണ്ട് നമ്മളെ തൃപ്തി വരുത്തുന്നു. അതാണ് മെയിൻ കാര്യം. കാഴ്ച പഠിച്ച ഓർമ്മയുണ്ടോ? ഭക്ഷണം നമുക്ക് ആവശ്യമാണ്, പക്ഷേ അത് ആവശ്യമായ കാര്യമാണ് ഭക്ഷണം കഴിക്കുക. പക്ഷേ ആ ആഗ്രഹത്തെ വേറെ ഏതെങ്കിലും വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവൻ്റെ അകത്ത് ചിന്തകൾ കൊടുത്ത് ആ ഭക്ഷണം കഴിപ്പിച്ച് നമ്മളെ വചനം ലംഘിപ്പിച്ച് നമ്മളെ പാപം ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആഗ്രഹം നല്ലതാണ്, പക്ഷേ അതിന് വചനം ലംഘിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ സംതൃപ്തരാക്കുന്ന ഒരു പരിപാടിയാണ് സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. എന്തുമാകട്ടെ, രണ്ട് പ്രകൃതങ്ങൾ നമ്മളകത്തുണ്ട്. രണ്ട് പ്രകൃതി. ഒന്ന് കൂടുതൽ 2-14 വാക്യം പറയുന്നു, എന്നാൽ പ്രാകൃത മനുഷ്യ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അപ്പോൾ അത്രമാത്രം മതി, നമുക്ക് ആ വാക്യം മാത്രം എടുത്താൽ മതി. അപ്പോൾ പ്രാകൃത മനുഷ്യ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അവന് ഗ്രഹിപ്പാൻ അവനത് ഭോഷത്വമാകുന്നു, ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിക്കാൻ കഴിയുന്നതില്ല. അപ്പോൾ രണ്ട് മനുഷ്യപ്രകൃതം നമ്മുടെ അകത്ത് തന്നെയുണ്ട്. പാപത്തിൽ വീണ മനുഷ്യൻ ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ മനുഷ്യത്തടി ജഡമായി എന്ന് പറയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഉൽപ്പത്തി 2:7 ദൈവം മനുഷ്യനെ ദേഹിയിൽ നിർത്തി. പാപം ചെയ്ത മനുഷ്യൻ 6-ാം അധ്യായം ദേഹിയിൽ നിന്ന് ജഡത്തിലേക്ക് മാറ്റപ്പെട്ടു പോയി. നമ്മെ കർത്താവ് ജഡത്തിൽ നേരെ പൊക്കി ആത്മാവിൽ നിർത്തി നമ്മളെ. ഇതാണ് പ്രോസസ്സ്. മനസ്സിലാകുന്നുണ്ട്? ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് തെറ്റിപ്പറ്റി പോകും. ഇന്ന് അനേക വിശ്വാസികളും ജീവിക്കുന്നത് ദേഹിയിലാണ്. അതിനേക്കാൾ അപ്പുറമാണ് അനേക വിശ്വാസം ജീവിക്കുന്നത് ജഡത്തിലാണ്. പക്ഷേ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ നിലപാടേ മാറിപ്പോയി. നമ്മുടെ സ്റ്റാൻഡേർഡും നമ്മുടെ എന്താ പറയുക പ്രവർത്തനങ്ങളിൽ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ നല്ല വാക്കതല്ലേ അല്ലേ? നമ്മുടെ പ്രവർത്തന രീതികൾ, ജീവിത രീതികളൊക്കെ മാറിപ്പോയി. നമ്മുടെ ആത്മീയ രീതിയാണ് നമ്മുടേത്. അതുകൊണ്ട് നമ്മളെ നേരെ പൊക്കിയെടുത്ത് ആത്മാവിലേക്ക് നിർത്തി. അതുകൊണ്ടാണ് ഇന്ന് അനേകർക്കും ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാൻ കഴിയുന്നില്ല. കേട്ട് കഴിയുമ്പോൾ അതവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നിട്ട് പറയുക, ഇത് ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. നമ്മൾ ദൈവസഭയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അനേകർക്കും അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കാരണം ജീവിക്കുന്നത് മുഴുവൻ ജഡത്തിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ സ്വയത്തിലാണ് ജീവിക്കുന്നത്. രണ്ടിലുമല്ല ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്, ആത്മാവിലാണ്. കാര്യം മറന്നു പോകരുത്. അത് ആ ക്രിസ്തു ജീവിതത്തിൻ്റെ പുതിയ നിയമസഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ എന്താ പറയുക, വീണ്ടും ജനനം പോലും നമ്മുടെ ആത്മാവിലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം പോലും ദൈവാത്മാവിൻ്റെ കൂടെയുള്ള ദൈവരാജ്യത്തിനകത്തുള്ള ജീവിതമാണ്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല, പഠിച്ചിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞു വിട്ടുപോകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവാത്മാവിന് ഉപദേശം കൈക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന കാര്യം മറന്നു പോകരുത്. രണ്ട് പ്രകൃതം ഉള്ളത് കൊണ്ട്. എന്നാൽ നമുക്ക് മറ്റൊരു പ്രകൃതം നമുക്കിവിടെയുണ്ട്. യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം ഞാൻ ജസ്റ്റ് വായിക്കേണ്ട വിട്ടു. 5-6 വാക്യം പഠിക്കുമ്പോൾ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നമ്മുടെ അകത്ത് ആത്മാവിനാൽ ജനിച്ച മറ്റൊരു പ്രകൃതമുണ്ട്, ജഡത്താൽ ജനിച്ച മറ്റൊരു പ്രകൃതമുണ്ട്. അപ്പനും അമ്മയിൽ ജനിച്ച ഒരു പ്രകൃതമുണ്ട്, അത് ആദാമിൻ്റെ പ്രകൃതമാണ്. ഇപ്പുറത്ത് ഒരു സൈഡിൽ നമുക്ക് ദൈവത്തിന് ജനിച്ച ദൈവപുത്രനായ എന്നെക്കുറിച്ച് പറയുക, അവിടെ അവൻ ദൈവത്തിൻ്റെ പ്രകൃതമുണ്ട്. രണ്ട് പ്രകൃതങ്ങൾ നമ്മുടെ അകത്തുണ്ട്. ഇവർ തമ്മിലാണ് എന്നും അടി വീണുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ജഡത്തിൻ്റെ മനുഷ്യരുമുണ്ട്, നമ്മുടെ അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഒരുപക്ഷെ എൻ്റെ ചോദ്യം, പണ്ട് ഞാൻ വിശ്വാസി വരുമ്പോൾ ചോദ്യമുണ്ടായിരുന്നു, കർത്താവിന് വേണമെങ്കിൽ എന്നെ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ എന്താ പറയുക, ആ പഴയ ജഡത്തെ വലിച്ചു കളഞ്ഞിട്ട് നമുക്ക് ആത്മാവിൽ നിർത്തിയിരുന്നെങ്കിൽ നമ്മളൊന്നും ഈ പ്രശ്നം അനുഭവിക്കത്തില്ല, ഒരു പ്രശ്നം അനുഭവിക്കില്ല. നമുക്ക് വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മളെ പരിശോധിക്കാൻ കഴിയത്തില്ല. ഇതുപോലെ ഒരു പാവമില്ലായിരുന്ന ഒരു വ്യക്തിയായിരുന്ന ആദത്തെ ഒരു പിശാചൊന്ന് പരീക്ഷിച്ചപ്പോൾ ദേഹടക്ക് താഴെ വീണുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ പരിശോധനയിൽ കൂടി കടത്തിവിട്ട്, ജഡവും ആത്മാവിൻ്റെയും പരിശോധനയിൽ കൂടി കടത്തിവിട്ട് നമ്മൾ അത് രണ്ടിൻ്റെയും അന്ത്യം കാണിച്ചു തന്നിട്ട് നമ്മൾ സ്വയത്തിൽ ഏത് തിരഞ്ഞെടുക്കുമെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വേറെ നമുക്ക് ക്ലാസ് ഉണ്ട്, ടെസ്റ്റ് എന്നുള്ള ക്ലാസ് ഉണ്ട്. ഏതൻ തോട്ടത്തിലും ദൈവം നമ്മുടെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ 2 ടെസ്റ്റ് വെച്ചു അല്ലേ? നന്മത്തിനും വിശുദ്ധത്തിൻ്റെ ഫലം, ജീവവിശുദ്ധത്തിൻ്റെ ഫലം. മനസാക്ഷികത്തിൽ 2 ടെസ്റ്റ് വെച്ചു, മനുഷ്യന് മുമ്പിൽ തിരഞ്ഞെടുക്കാം, ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ന്യായപ്രമാണത്തിന് മുമ്പിൽ 2 ടെസ്റ്റ് വെച്ചു, നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇന്ന് കൃപായുഗത്തിൽ നമ്മുടെ മുമ്പിൽ 2 ടെസ്റ്റ് ഉണ്ട്. ആ 2 ജഡവും ആത്മാവും, നമുക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. നരകവും ഇപ്പോഴും റെഡിയാണ് നമുക്ക് വേണ്ടി, സ്വർഗവും ഇപ്പോഴും നമുക്ക് വേണ്ടി റെഡിയാണ്. ഇത് നമ്മുടെ ഈ തിരഞ്ഞെടുപ്പാണ് നമ്മളെ സ്വർഗീയന്മാരാക്കി മാറ്റുന്നത്. ഈ തിരഞ്ഞെടുപ്പാണ് നമ്മെ നരകത്തിന് തുല്യന്മാരാക്കി നമ്മളെ മാറ്റുന്നത്.
ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ക്രിസ്തു ജീവിതം നിസ്സാര കളിയല്ല, തിരഞ്ഞെടുപ്പിലേക്ക് കാലഘട്ടം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രാദേശിക സഭകൾക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഓരോ പ്രാദേശിക സഭകളൊക്കെ അവരെ നന്മയുടെ വഴി കാണിച്ചു കൊടുത്ത് ഇതിൻ്റെ അന്ത്യം കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് അവരെ വളർത്തിയെടുക്കുക. ഇല്ലെങ്കിൽ അകത്ത് മുഴുവനും ലോകമോഹങ്ങൾ കയറി ജടിച്ചാൽ കയറി ഇന്ന് കണ്ണും അല്ലേ ഹൃദയമൊക്കെ നിറഞ്ഞിരിക്കുക ജഡമുണ്ടും ലോകമോഹങ്ങൾ കൊണ്ടൊക്കെ വിട്ടുപോകുന്നു. ഞാൻ പറഞ്ഞ കാര്യം, അപ്പോൾ ആത്മാവിലാണ് ജനിച്ചത്, ആത്മാവാകുന്നു. നമ്മളൊക്കെ വീണ്ടും ജനിച്ചത് ആത്മാവിലാണ് ജനിച്ചിരിക്കുന്നത്, ജഡത്തിലല്ല. ജഡമൊക്കെ നരകത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക, വീണ്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. 1 Corinthians 2:14 പറയുന്നു, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആർ അറിയും. എന്നിട്ട് പറയുന്നു, അവൻ തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. നാമോ ലോകത്തിലെ ആത്മാവല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായിട്ട് ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഒരു വലിയൊരു വിഷയം, ചിന്താവിഷയമാണ്. മനുഷ്യനിലുള്ളത് അവനിലെ ആരറിയുന്നു? മനുഷ്യാത്മാവ് അറിയുന്നു. എന്നിൽ എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന കാപട്യവും കപടതയും പലപ്പോഴും എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ കിടക്കുന്ന പോലും എനിക്ക് പോലും അറിയത്തില്ല. ചില സമയം വിഷപ്പാമ്പായി പൊങ്ങി വരുമ്പോഴറിയുന്നത് നമ്മുടെ അകത്ത് ഇത്രമാത്രമൊക്കെ ഉണ്ടെന്ന്. ഇത് ആരറിയുന്നുണ്ട്? എൻ്റെ അകത്ത് വന്ന, അല്ലെങ്കിൽ എൻ്റെ അകത്ത് വീണ്ടും ജനിച്ച എൻ്റെ ആത്മാവ് അറിയുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിലെ സകല കാപട്യവും കപടതയും, എൻ്റെ ഹൃദയത്തിലെ നല്ല വശങ്ങളും എൻ്റെ ആത്മാവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന സകല രഹസ്യങ്ങളും ആരറിയുന്നു? ഈ വാക്യം വായിക്കുന്നു നിങ്ങൾ. ആരറിയുന്നു? ഞാൻ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഹൃദയത്തിലേക്ക് ഇടുകയാണ്. വലിയ ചിന്താവിഷയം. എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന കാപട്യവും കപടതയും ആർക്കും പോലും എനിക്ക് പോലും കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതിനകത്തുള്ള അത് ഹൃദയത്തിൽ കിടന്ന നന്മ ഉൾപ്പെടെ രണ്ടും. രണ്ടാമത് അതിൻ്റെ ആത്മാവ് അറിയുന്നുവെങ്കിൽ എല്ലാത്തിനെ കുറിച്ചുള്ള സകലവും അറിയാവുന്ന, ഈ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും എന്ത് ഞാൻ പറയാ A to Z അറിയാവുന്ന ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യം ആരറിയുന്നു? പറ, കറക്റ്റാ? ആരാ? ദൈവത്തിന്റെ ആത്മാവ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടത്. നമ്മുടെ അകത്തൊരു ബൈബിൾ, ഇതിന് ലാപ്ടോപ്പിൽ അതിനൊരു ടോപ്പിക് ഉണ്ട്. നമുക്ക് അതാ ഞാൻ ഒരു കാര്യം പറയാം. സ്വർഗത്തിൽ, ഇവിടെ എത്രയോ കിലോമീറ്റർ ദൂരെ സ്വർഗം കിടക്കുന്നത്, ആ സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യം ഈ ഭൂമിയിൽ ഇളങ്കുളത്തിരിക്കുന്ന ജീവിക്കുന്ന ഞാൻ അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് ക്ലാസ്സിൽ ടോപ്പ് ചെയ്താൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് ആൻഡ് മാൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമുക്കുണ്ട്. വളരെ ആഴമായ ക്ലാസ്, വളരെ ചിന്താവിഷയമായ ക്ലാസ്സാണ്. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യം സകലത അവന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുകയാണ്. ആ ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ, സ്വപ്നങ്ങൾ, വെളിപ്പാടുകൾ, മർമ്മങ്ങൾ ഈ ഭൂമിയിൽ കിടക്കുന്ന ഞാൻ അറിയണമെങ്കിൽ വിഷയത്തിന്റെ വാക്യം മനസ്സിലായോ? ഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ മായ്ച്ചു കളഞ്ഞു, വിട്ടേക്കത്. ഹല്ലേലൂയ. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വർഗീയന്മാരാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പിതാവിൽ നിന്ന് കേട്ട് പഠിച്ചവരായി തീരുവാൻ ദൈവം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ഭാഗട്ടെ വിട്ടുപോകുന്നു. അപ്പോൾ നാമോ ലോകത്തിലെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായിട്ട് ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്രയെ പ്രാപിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയുവാൻ വെച്ചിരിക്കുന്ന മർമ്മമാണ് ആ വാക്യത്തിൽ കിടക്കുന്ന മർമ്മങ്ങൾ. വായിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ലായിരിക്കും, പെട്ടെന്ന് വിട്ടുപോയ നമുക്ക് ചെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ അത്രമാത്രം ഒരുവനെ സ്വർഗീയനാക്കാനും സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ, മർമ്മങ്ങൾ ഈ ഭൂമിയിലെ ഞാനും നിങ്ങളും അറിയുവാൻ വെച്ചിരിക്കുന്ന മാർഗം ഇതല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ നിങ്ങൾ ഈ പുസ്തകത്തിൽ ഒരു 10,000 പ്രാവശ്യം വായിച്ചു നോക്കിയാലും വേറെ ഒന്നുമില്ല. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളത്. അവൻ്റെ ആത്മാവിൽ, രണ്ടാത്മാക്കൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ അകത്ത് മറ്റൊരു പ്രകൃതമുണ്ട്. മറ്റൊരു പ്രകൃതം, ആ വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യൻ, അവനെ യഥാസമയം അറിയുകയും അവനെ നമ്മൾ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അത്ര മാത്രം അറിയുക. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന് ഉപദേശം കൈക്കൊള്ളാൻ കഴിയില്ല. കാരണം അവൻ ജനിച്ചത് മുഴുവൻ ആദമിന്റെ സന്തതിയാണ്. അവൻ ലോകത്തെ അറിയുന്നവനാ. പക്ഷേ അവന് ഈ ലോകം മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ മറ്റവൻ അതല്ല. മറ്റവൻ ജനിച്ചത് തന്നെ എവിടെയാ? ആത്മാവിൽ ജനിച്ചവനാ. അവൻ ജനിച്ചത് തന്നെ ദൈവരാജ്യത്തിനകത്താ. അവന് മാത്രമേ സ്വർഗത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഇവനങ്ങ് എത്ര പൊക്കി വിട്ടാലും ഇവൻ സ്വർഗത്തെക്കുറിച്ച് അറിയാൻ ഒരു താല്പര്യവും ഇല്ല. ഇവന് പിന്നെ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇതിൽ താല്പര്യം ഉണ്ടാകും. അവസാനം ജ്ഞാനം പ്രാപിച്ചാൽ നരകത്തിലേക്ക് ഇവൻ പോകത്തുള്ളൂ. കാരണം ഇവ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ജഡരക്തങ്ങൾ ആരും ദൈവരാജ്യം അവകാശമാക്കില്ല.
അതുകൊണ്ട് ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ഒരു ആത്മീയനെ ആർക്കും വിവേചിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കാരണം ആത്മാവിനെ വിവേചിക്കാൻ കഴിവുള്ള ഒരു നമ്മുടെ സ്വർഗ്ഗസ്ഥനായ ദൈവം മാത്രമേ ഉള്ളൂ. കാരണം ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നത് അവന് മാത്രമേ. എൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയുന്നത്, എൻ്റെ ഹൃദയത്തിൽ അന്തരങ്ങളിൽ കിടക്കുന്നത് പോലും അറിയുന്നത് സാത്താൻ പോലും അറിയാൻ കഴിയത്തില്ല. എൻ്റെ ആത്മാവിന് അറിയാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഒറ്റ വാക്കി പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. ഇത് വളരെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചിന്താ വിഷയമാണ്. വിട്ടുപോകുന്നു. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അവയാൽ അവൻ നമുക്ക് വിലയേറിയ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ അല്ലേ, അവയാൽ ഏതാണ് പഠിച്ച? പരിജ്ഞാനത്താൽ. ഇവിടെയാണ് പഠിച്ചത് നമ്മൾ. ഇവിടെ പഠിച്ചത് അവയാൽ എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞ ദൈവിക പരിജ്ഞാനത്താൽ നമുക്ക് വിലയേറിയ അതിമഹത്വ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. എന്നിട്ട് പറയും ഇവയാൽ എന്ന് പറഞ്ഞാൽ ഏതാ? അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അല്ലേ, എത്ര മനോഹരമായ വാക്യമാ. ഇതിനും എല്ലാം ഒരു ഓർഡർ വെച്ചിരിക്കുക. എല്ലാവരും ഓർഡറാ. ചുമ്മാ ഒന്നും കൈയടിച്ചത് കൊണ്ടോ, പാട്ട് പാടിയത് കൊണ്ടോ, ഉപവസിച്ചത് കൊണ്ടോ, 10 അധ്യായം 5 അധ്യായം ദിവസം വായിച്ചത് കൊണ്ടോ, അല്ലേ, പാസ്റ്റർമാരെ പുറകെ നടന്നത് കൊണ്ടോ ഒന്നും ലഭിക്കുന്ന കാര്യമല്ല ഇത്. ഇതൊക്കെ അതിന്റെ മറ്റൊക്കെ ഭാഗങ്ങൾ മാത്രമാണത്. ഹല്ലേലൂയ. ഇത് ലഭിക്കുവാൻ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ, ക്രിസ്തുവിനെ പോലെ ആയി മാറുവാൻ നമുക്കൊരു ഓർഡർ അല്ലേ, എന്താ പ്രോസസ്സാ, എന്താ പറയുക അല്ലേ, ഒരു ഓർഡർ വെച്ചിട്ടുണ്ട് നമുക്കത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ പഠിച്ച കഴിഞ്ഞ ദിവസം ആഴമായി പഠിച്ചതാ വാക്യം. അവയാൽ എന്ന് പറഞ്ഞ തൊട്ടുമോളി പറഞ്ഞ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ആളവും നീളവും ഉയരവും അല്ലെ വീതിയൊക്കെ സകല വിശുദ്ധന്മാരോടുകൂടി പഠിക്കുക നമ്മൾ. എന്ന് പറയുക അവയാൽ പരിജ്ഞാനത്താൽ നമുക്ക് വിലയേറി അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. അപ്പോൾ നമ്മൾ പിന്നീട് പഠിക്കും, ചെറിയ വാഗ്ദത്തങ്ങൾ നമുക്ക് ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ രോഗസൗഖ്യം, പിന്നെ എന്തൊക്കെയാ, നമ്മുടെ വിദ്യാഭ്യാസം, പിന്നെ എന്തെങ്കിലും പറ. ഇതൊക്കെ നമുക്ക് ചെറിയ വാഗ്ദത്തങ്ങളാ. പക്ഷെ ഇതൊക്കെ നരകത്തിലേക്ക് പോകുന്നതിന് മരണത്തെ അതൊക്കെ അസ്തമിച്ചു പോകും നമുക്ക്, അല്ലേ. അപ്പോൾ വിലയേറിയ നശിക്കാത്ത ആ വാഗ്ദത്തങ്ങളാണ്. അതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് ഇവയാൽ നിങ്ങൾ ലോകത്തിന് മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുന്നത്. അപ്പോൾ ഓർഡർ മനസ്സിലായതല്ലേ? എത്ര നമുക്ക് ദിവസം ആഴമായി പഠിച്ചത് അതിന് വിട്ടുപോകുകയാണ്. അതുകൊണ്ട് ആ ദിവ്യ സ്വഭാവം നമുക്കിന്ന് വെളിപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം തൊട്ടുമോളി പറഞ്ഞ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, ഒട്ടും പരിജ്ഞാനമില്ല. ചർച്ചിൽ പേരുണ്ടാകാം, പുസ്തകത്തിൽ പേരുണ്ടാകാം, സൺഡേ വരുന്നുണ്ടാകും, ദശാംശം കൊടുക്കുന്നുണ്ടാകും, പ്രാർത്ഥന മുന്നിലുണ്ടാകും, ഒക്കെ ശരിയാ. പക്ഷേ എന്തില്ല? കർത്താവോ നമ്മോട് ആദ്യം പറഞ്ഞ കാര്യമില്ല. ആദ്യം രാജ്യവും അത് അന്വേഷിക്കാത്തത് കൊണ്ട് നമുക്ക് പലത് നമ്മൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നില്ലെങ്കിൽ നഷ്ടമാകുന്നത് എത്ര വലിയ വാഗ്ദത്തങ്ങളാണെന്നറിയാമോ നമുക്ക്. നമ്മൾ ഈ കാണുന്നത് പഠിക്കുന്ന പോലെ അവിടെ ചെല്ലുന്നത് അതിൻ്റെ മുമ്പിൽ, ആ സ്വർഗത്തിന് മുമ്പിൽ, പിതാവിന് മുമ്പിൽ നിൽക്കുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതും അല്ലെ നമ്മൾ നേടിയതിൻ്റെ മഹത്വം വന്നേ അറിയത്തുള്ളൂ. ഇന്ന് പഠിച്ചു പോകുന്നതല്ലേ നമുക്ക്. പക്ഷെ ഇത് അതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അറിയും പിതാവ് ഇതാരാണെന്നും ഇത്രയും മഹത്വം എന്താണെന്നും. നഷ്ടപ്പെടുത്തി കളഞ്ഞത് എത്ര വലിയതെന്നൊക്കെ ഇന്ന് അറിയത്തില്ല, അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ക്രിസ്ത്യ ജീവിതത്തിൻ്റെയൊക്കെ. അപ്പോൾ 2 പ്രകൃതം നമ്മുടെ അകത്തുണ്ട്. അതുകൊണ്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായം ഗലാത്യർ 5:17 മുതൽ 21 പഠിക്കുമ്പോൾ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. രണ്ടും നമ്മുടെ അകത്ത് തന്നെയാണ്. വീണ്ടും ജനിക്കപ്പെട്ട നമ്മുടെ അകത്ത് തന്നെ സഹോദരന്മാരെ കൊന്നുമുടിക്കുന്ന, കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെയുള്ള മറ്റൊരു സ്വഭാവം നമുക്കവിടെയുണ്ട്. നമ്മുടെ പഴയ മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ചാൽ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്യുന്ന സ്വഭാവമൊക്കെയാണ്. സാധാരണ സ്വഭാവമാണോ അത്? ഇല്ല. പച്ചക്ക് കടിച്ചു കീർത്തിരുന്ന സ്വഭാവങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പച്ചക്ക് കടിച്ചിരുന്ന സ്വഭാവം, മറ്റേ ഉപ്പും കൂട്ടി മുളകും കൂട്ടി കടിച്ചിരുന്ന സ്വഭാവം എന്ന് പറയാം. ഇതല്ല, പച്ച കടിച്ചു കീർത്തിരുന്ന സ്വഭാവങ്ങളാണ് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം എന്നൊക്കെ പറയുന്നത്. എന്താ പറയുക, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം. ഒറ്റ ക്രിസ്ത്യ ജീവിതം, ഒറ്റ മറുപടി. ലാസ്റ്റ് എന്ത് വന്ന് അവസാനിച്ചാലും ക്രിസ്ത്യ ജീവിതത്തിൽ ഒറ്റ ജീവിതമേ ഉള്ളൂ, ആത്മാവിലുള്ള ജീവിതമാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ഫൗണ്ടേഷൻ ഒന്ന് വീണ് കിട്ടാത്തത്തോളം കാലം എനിക്ക് ഈ വാക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിനെ എങ്ങനെ അനുസരിച്ച് ജീവിക്കാമെന്നൊക്കെ നമുക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ വെറുതെ അവസാനം ഒന്നും മനസ്സിലാകത്തില്ല. വെറുതെ എന്താ പറയുക, ചുമ്മാ കർത്താവരെ പന്നികളുടെ മുമ്പിൽ മുത്തിട്ട് കൊടുക്കുക പോലെ മാത്രമേ നമുക്ക് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഫൗണ്ടേഷനും നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ആത്മീയ സത്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഇനി മനസ്സിലാകത്തുള്ളൂ. ഈ ദൈവഹിതം എന്താണെന്ന്, ദൈവിഷ്ടം എന്താണെന്ന് നമ്മുടെ അകത്ത് കയറിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു നമുക്ക്. പിന്നീട് എന്താ പറയുക, ഓരോ സെക്കൻഡ് മതി ദൈവരാജ്യത്തെക്കുറിച്ചും എന്താ പറയുക, മരണാന്ത ജീവിതത്തെക്കുറിച്ചും മറ്റ് ആത്മാവിന്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് പിക്കപ്പായി വരാൻ നമുക്ക് കഴിയും. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അവസാനം ചീത്തവിളി മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ചീത്ത കേട്ട് നമ്മൾ പോകാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് പറയാം, ജഡാഭിലാഷം ആത്മാവിനും, 12-ാം വാക്യം, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു, ഒരിക്കലും അത് കൂടത്തില്ല.
അല്ലേ? അല്ലേ? ഇടയ്ക്ക് ഒരിക്കലും കൂടത്തിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നല്ലേ? ഒരിക്കലും കൂടത്തിൽ എന്ന് പറഞ്ഞ പോലെ ജഡാഭിലാഷവും ആത്മാഭിലാഷവും രണ്ട് അഭിലാഷങ്ങളാണ്, രണ്ട് ആഗ്രഹങ്ങളാണ്. ജഡത്തിനും ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹം നേരത്തെ പറഞ്ഞില്ലേ, ജഡത്തിന്റെ ആഗ്രഹത്തെ ദുരാഗ്രഹമായി മാറ്റിയിട്ട് നമ്മളെ കൊണ്ട് വചനം ലംഘിപ്പിച്ച് പാപം ചെയ്യിക്കുക. നമ്മളെ കൊണ്ട് നമ്മുടെ പാപം ചെയ്യിക്കുക നല്ലത് നമ്മളെ തൃപ്തിപ്പെടുത്തുകയാണ്. നമ്മളെ കൊണ്ട് വചനത്തിന് വിപരീതമായി തൃപ്തിപ്പെടുത്തുകയാണ് ഓരോ കാര്യങ്ങൾ നമ്മളെ. അപ്പം അതുകൊണ്ട് ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ പോകും തമ്മിൽ പ്രതികൂല രണ്ട് പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടക്കുക. ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വന്നാൽ അപ്പോൾ തന്നെ രണ്ടും മുങ്ങി വരും ഒരേ സമയം. ആത്മാവിൻ്റെ ചിന്ത വരും, അപ്പോൾ തന്നെ ജഡത്തിൻ്റെയും ഒരുമിച്ച് പൊങ്ങി വരും. ഇവിടെയാണ് ഞാൻ ഒരാഴമായി നമ്മുടെ ബൈബിൾ ക്ലാസ്സിലെ ഒരു ഹെഡിങ് ഞാൻ എടുത്തിട്ടതാ, ബാറ്റിൽ ഓഫ് സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ്. നമ്മുടെ ആത്മാവും ജഡവും തമ്മിലുള്ള യുദ്ധം. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നിസ്സാര യുദ്ധമേ ഉള്ളൂ. അതൊക്കെ ഒരു ന്യൂക്ലിയർ ബോംബിട്ടാൽ തീരാവുന്ന പണിയേ ഉള്ളൂ. പക്ഷേ ഇത് ന്യൂക്ലിയർ ബോംബിട്ടാൽ ഞാൻ എന്നെ തന്നെ കൊല്ലുകയാണ്. ഇത് അങ്ങനത്തെ ബോംബിനേക്കാളും ഉള്ളൂ. ഇത് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധമെന്ന് പറഞ്ഞാൽ ഈ യുദ്ധമാണ്. ആത്മാവും ജഡവും തമ്മിലുള്ള എൻ്റെ യുദ്ധം. അത് നടക്കുന്നത് എൻ്റെ മനസ്സിലാണ്. മനസ്സിൽ യുദ്ധക്കളമെന്ന് പറയുന്ന മനസ്സ്. അവിടെയാണ് ഈ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം എടുത്തത് മാത്രമേ ഉള്ളൂ അതിൻ്റെ. കാരണം അത്രമാത്രം പ്രാധാന്യമുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ചിന്തയിൽ നിന്നാണ് അശുദ്ധിയും വിശുദ്ധിയും ആരംഭിക്കുന്നത്. സ്വർഗവും നരകവും ആരംഭിക്കുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നാണ്, അല്ലേ? സ്വർഗവും നരകവും എന്തൊക്കെയാ, അല്ലേ? നിത്യജീവനും നരകമൊക്കെ ആരംഭിക്കുന്നത് നമ്മുടെ എല്ലാത്തിൻ്റെയും ആരംഭം ഈ ചിന്തയിൽ നിന്ന്. അവിടെയാണ് നമ്മുടെ ഈ യുദ്ധക്കളം എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് എന്നുമാകട്ടെ. അപ്പം അതുകൊണ്ട് ജഡാഭിലാഷം ആത്മാഭിലാഷം തമ്മിൽ എന്നും രണ്ടും നമ്മൾ എപ്പോഴും യുദ്ധം തന്നെയാണ്. രണ്ട് പ്രതികൂലമാണ്, ഒരിക്കലും ചേർന്ന് പോകാൻ കഴിയത്തില്ല. നമ്മൾ കാര്യം നമ്മുടെ ചിന്തയിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അടിയാ സാധ്യം വരത്തുള്ളൂ. നമ്മൾ വിചാരിക്കും അത് കർത്താവ് എന്ന ചിന്തയായിരിക്കുമെന്ന്. അല്ല, ആദ്യം പൊങ്ങി വരുന്ന ജഡമായിരിക്കുള്ളൂ. മിണ്ടുന്നില്ല നിങ്ങൾ. എൻ്റെ ജീവിതത്തിൽ കണ്ടുവന്ന കാര്യം ഞാൻ പറയുന്നത്. നമ്മുടെ അകത്ത് ആദ്യം എന്തെങ്കിലും ആത്മീയ കാര്യങ്ങൾ കേട്ടാൽ ആദ്യം പൊങ്ങി വരുന്ന അഭിപ്രായം പറയുന്നത് ആരാന്നറിയാമോ? നമ്മുടെ ജഡമാണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ അങ്ങനെ കുറിച്ചിട്ടിരിക്കുക. ആദ്യം പൊങ്ങി വരുന്ന ജഡമായിരിക്കും. കാരണം അവനെ എന്തെങ്കിലും പറഞ്ഞ രണ്ടഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. നമ്മുടെ പട്ടികളുടെ സ്വഭാവമാണ്. എന്തെങ്കിലും കേട്ട രണ്ടഭിപ്രായമെങ്കിലും, അല്ലേ? വെറുതെ പോണതാ. അങ്ങനെ അതൊക്കെ നല്ല ഇങ്ങനെ പോയാൽ മതി എന്ന് പറയുന്ന നാവ്, ഈ ജഡം അത്രമാത്രം ഭോഷത്വമാണ്. അപ്പോൾ ആദ്യം ഒരു മറുപടി പറയുന്നത് ഇവനായിരിക്കുള്ളൂ. അതുകൊണ്ട് എന്നൊരു കാര്യം ഓർത്താൽ മതി. എല്ലാം ഒന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ആത്മാവ് ജീവിക്കുന്നവരുണ്ട്, അവർ ദൈവാത്മാവിനെ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും സാധാ മനുഷ്യനെ കുറിച്ച്, ക്രിസ്ത്യാനിയെ കുറിച്ച് ഞാൻ പറയുക, അവൻ എന്തും പൊങ്ങി വരുന്നത് ഈ ജഡത്തിന്റെ അഭിപ്രായമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലവർ ഈ പരിശുദ്ധാത്മാവ് ഇപ്പം സംസാരിച്ചുള്ളൂ. അപ്പം തന്നെ അറിയാം ഇത് ഒരു മൂത്ത കൊടിയ പിശാചാണെന്ന് നമുക്കറിയാം. കൊടിയ പിശാചായിരിക്കും ഇപ്പൊ സംസാരിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത്. പുട്ടൻ കൊടിയ പിശാചായിരിക്കും. അത് പേക്കിനാവായിരിക്കും. ഇപ്പൊ ഒരു എന്താ പറയുക ദർശനം കിട്ടിയുള്ളൂ, അത് പേക്കിനാവായിരിക്കും. അല്ലെങ്കിൽ മനസ്സിന്റെ സ്വപ്നങ്ങളായിരിക്കും. നമ്മുടെ മനസ്സിന്റെ സ്വപ്നങ്ങളുണ്ട് പലതും. തീർക്കാൻ കഴിയാതെ വന്ന ഇഷ്ടം പോലെ സ്വപ്നങ്ങൾ. ബാല്യകാലത്തിലെ വിദ്യാഭ്യാസം. മോഹുല്യ ഡോക്ടറാണെന്ന് അപ്പോഴാണ് അറിയുന്നത്. 10ാം ക്ലാസ് ജയിക്കണമെന്ന് പറയും. അപ്പോഴാണ് അറിഞ്ഞത് 10ാം ക്ലാസ് ജയിച്ചാലേ ഡോക്ടറാകാൻ പറ്റുള്ളത്. അപ്പോൾ പിന്നെ അത് പോയി. ആ അഭിലാഷങ്ങളകത്ത് കിടക്കുക. പിന്നെ ഷാരൂഖ് ഖാനെ പോലത്തെ ഒരു പയ്യനാണ് എനിക്ക് വേണമെന്ന് മോഹങ്ങൾ കിടക്കുക. പക്ഷെ കിട്ടിയതോ? അവ ഞാൻ പറഞ്ഞത് ഇതുപോലെ അടക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ എന്താ തൃപ്തിപ്പെടുത്താൻ നല്ല വാക്ക് എന്താ, അല്ലേ? പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒട്ടനവധി നമ്മുടെ അകത്ത് കിടക്കുക. ഇതൊക്കെ അകത്ത് കിടക്കുക. ജീവിത പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും, അല്ലേ? എല്ലാം കിടക്കുമ്പോൾ ഇതൊക്കെ അമർന്ന് കിടക്കുക. പിന്നെ സ്വപ്നങ്ങൾ കാണുന്ന മുഴുവനും ഈ സ്വപ്നത്തിൽ ഇതൊക്കെ പൊങ്ങി വരത്തുള്ളൂ. അപ്പോഴാണ് ഈ നമ്മുടെ പഴയ സാധനമൊക്കെ പൊങ്ങി വരുന്നത്. അപ്പോൾ വിചാരിക്കും, അയ്യോ കർത്താവ് ഇടപെട്ടിട്ടുണ്ട്. പണ്ട് എൻ്റെ പഴയ മോഹം, അല്ലേ? എൻ്റെ മോഹം വീണ്ടും പൊങ്ങി വന്നാൽ അതൊക്കെ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഡെലിവറൻസ് ക്ലാസ്സിലേക്ക് വന്നാൽ മതി. നമുക്ക് ആഴമായി ഇവിടെ പഠിപ്പിക്കത്തില്ല. അതിന് വില കൊടുത്തേ മതിയാകത്തുള്ളൂ. അപ്പോൾ എന്തുമാകട്ടെ, അപ്പോൾ ഈ പലതും നമ്മുടെ മനസ്സ് പറയുന്നതൊക്കെയുണ്ട്, പിശാച് പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ദൈവം പറയുന്നതൊക്കെ നമുക്കറിയാൻ കഴിയും. അപ്പം എന്തുമാകട്ടെ, അപ്പം ഇതൊക്കെ രണ്ട് ജീവിതം നമ്മുടെ അകത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ജഡത്തെ ലോകത്തിലുള്ളതെന്ന് പറഞ്ഞ ആദ്യത്തെ ജഡമോഹം, അല്ലേ? അതിനെ നമ്മൾക്ക് ഇതുപോലെ അറിയണമെങ്കിൽ, ജഡത്തിൻ്റെ പ്രവൃത്തി ഇന്നതാണെന്ന് വ്യക്തമായി അറിയണമെങ്കിൽ നമുക്ക് വചനം അറിഞ്ഞേ മതിയാകത്തുള്ളൂ. ആത്മാവിൻ്റെ ചിന്ത വചനം അറിയുന്നതിന് വേണ്ടിയാ, ആത്മാവിൻ്റെ ചിന്തയാണെന്ന് അറിയാൻ വേണ്ടിയാ. ഇപ്പൊ ബൈബിൾ അകത്ത് നമ്മുടെ വചനം നമുക്ക് അകത്തുണ്ടെങ്കിൽ ഒരു ചിന്ത കയറി വന്നാൽ, നേരത്തെ പറഞ്ഞില്ലേ, ഒരു അഭിപ്രായം പറയുന്ന ഒരു നാവ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നിങ്ങളൊക്കെ പുണ്യാളന്മാരാ, എൻ്റെ കാര്യം പറഞ്ഞതാ.
ഒരു ആ നാവ് വരുമ്പോൾ തന്നെ ഈ പറഞ്ഞത് ദൈവികമാണോ ബിബ്ലിക്കലാണോ അല്ലെങ്കിൽ വചനപ്രകാരമാണോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ അകത്ത് വചനമില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും? അതൊക്കെ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് വായിക്കുന്നത്, ഈ ബൈബിൾ വായിക്കുന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. അഞ്ചത്തെയും വായിക്കാൻ പറഞ്ഞില്ലേ? വായിക്കുന്നുണ്ടോ? ആ, അതിനും കംപ്ലൈൻറ്റ് നമുക്കിപ്പോൾ. ഈ പാസ്റ്റർ സ്റ്റേജിൽ കയറിയെന്ന് പറയുമ്പോൾ ഒരാൾ വായിച്ചില്ലെങ്കിൽ അത് വചന ലംഘനമായില്ലേ, പാവമായില്ലേ, പാസ്റ്റർ അയാളെ ശാപത്തിലേക്ക് വിടുകയാണെന്ന്. ഞാൻ ഒരു കുഴി ഉണ്ടായി, ഞാൻ കുഴി താഴേക്ക് പാതാളത്തിലേക്ക് പോയേനെ. എനിക്ക് എന്നെ കൊണ്ട് വയ്യേ, സത്യം പറഞ്ഞ വല്ലാത്തൊരു ജീവിതമായി പോയത് അവിടേക്ക്, അല്ലേ? അഞ്ചധ്യായം വാക്യം പ്രബോധിപ്പിക്കേ, വായിക്ക് വചനമായിട്ട് ബുക്ക് തുറന്നാൽ അത് എന്താ പറയുക, വെളിപ്പാടാണെങ്കിൽ തുറന്നാൽ വെളിപ്പാടായിരിക്കണം. അതുപോലെ നമുക്ക് ഫെമിലിയർ ആണ് ബൈബിളായിട്ട്, നമുക്കൊരു ഭയങ്കര ബന്ധമായിരിക്കണം. തീത്തോസിന്റെ പുസ്തകം എടുക്കാൻ പറഞ്ഞാൽ നീ തുറക്കുമ്പോൾ തന്നെ തീത്തോസ് ആയിരിക്കണം നമുക്കത്. അങ്ങനെ നമുക്കൊരു ബന്ധമായിരിക്കണം. 6-ാം അധ്യായത്തിലാണ് 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഓടി വരണം, അതിൽ ഇണവചനങ്ങൾ ഓടി വരണം. അതൊക്കെയാണ് ക്രിസ്ത്യജീവൻ എന്ന് പറയുന്നത്. ഇണവചനങ്ങളും പലതും ഓടി വരണം. ഇപ്പോൾ ഒരു വാക്യം വായിച്ചാൽ മത്തായി അവിടെ എന്താ ഉൽപ്പത്തി, ഇതൊക്കെ പരിശുദ്ധന്മാവ് അപ്പം തന്നെ ഇണവചനങ്ങൾ ഓടിക്കൊണ്ടുവരുന്ന ജീവൻ ഉണ്ടാകണം നമുക്ക്. ഇത് അതിന് വിപരീതമായിട്ട് ഇപ്പം നമുക്കറിയാം അതുപോലും പാവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ എന്ത് പറയാനാ, എന്തുമാകട്ടെ, ഇതൊക്കെ നമ്മുടെ അകത്ത് സ്റ്റോറി എത്രത്തോളം കാലം നമ്മുടെ ക്രിസ്ത്യജീവിതം ആകുമ്പോൾ പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ. ഇത് കാരണം ജഡം അത്രമാത്രമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, ജഡം വിട്ടുപോകുന്നു. അപ്പോൾ ഇതാ നമ്മുടെ സാധാരണ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചു നിങ്ങൾ. അത് സാധാരണ നിലയിലുള്ള ആഗ്രഹങ്ങളെ, സാധാരണ നമ്മുടെ ആഗ്രഹം, വിശപ്പ് ആഗ്രഹമാണ് നമ്മുടെ, അല്ലേ? ആവശ്യമാണതല്ലേ? ആ ആവശ്യങ്ങളെ ആകർഷിപ്പിച്ചിട്ട് വിലക്കപ്പെട്ട രീതിയിൽ അവയെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മെ പ്രലോഭിക്കുന്ന പരിപാടിയാണ് ജഡത്തിന്റെ പ്രവൃത്തി. സാധാരണ നിലയിലുള്ള നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വികാരം, അല്ലേ? വിശപ്പ് വികാരമാണ്. ഇപ്പൊ വിശപ്പിനെ എന്താ പറയുക, ഒരു വിശപ്പ് തോന്നി, നേരത്തെ ഇത് കഴിച്ച് പറഞ്ഞ വിശപ്പ് തോന്നി, ആ വിശപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ ഭക്ഷണമുണ്ട്, ചോറും കറിയൊക്കെ മീൻ കറിയൊക്കെ ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് വേണ്ട, അത് ഇന്നലെ കഴിച്ചതല്ലേ, രാവിലെ കഴിച്ചതല്ലേ, ഉച്ചക്ക് കഴിച്ചതല്ലേ, രാത്രി നമുക്ക് എവിടെ കായ്ക്കട ബിരിയാണി കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഇന്നും മേടിക്കണ്ട, ഇന്ന് സമൃദ്ധമായ ഭക്ഷണമുണ്ട്. ഇനി എല്ലാ ബൈബിൾ ക്ലാസ്സിലും മുടങ്ങാൻ വന്നോ, ക്ലാസ്സിന് ശേഷം സമൃദ്ധമായ ഭക്ഷണമുണ്ട് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ദുരാഗ്രഹത്തിലേക്ക് ഇതുപോലെ നമ്മുടെ വിലക്കപ്പെട്ട രീതിയിൽ നമ്മളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നിവൃത്തീകരിക്കുക. ഇപ്പൊ ലൈംഗിക അശുദ്ധി ദൈവം വെച്ച് നന്മയാണത്, ഒരു നല്ല വികാരമാണ്. പക്ഷേ അതിനെ മറ്റൊരു വിധത്തിൽ കൊണ്ട് നമ്മളെ എത്തിച്ച് മറ്റൊരു വചനപ്രകാരമല്ലാത്ത മറ്റൊരു രീതിയിൽ നമ്മളെ തൃപ്തിപ്പെടുത്തുമ്പോൾ അത് വചനലംഘനമായി മാറുകയാണ്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും പിശാച് ചെയ്യുന്ന ജഡത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിലക്കപ്പെട്ട രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു, അല്ലേ? വിലക്കപ്പെട്ട രീതിയിൽ ആഗ്രഹങ്ങൾ നല്ലതല്ലേ? എല്ലാം വിശപ്പ് ഉറക്കവും എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ വിലക്കപ്പെട്ട രീതിയിൽ അതിനെ തൃപ്തിപ്പെടുത്താൻ പിശാച് ജഡം നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്ത് പറ്റി? ഭക്ഷണമൊക്കെ ഉണ്ട്, നിങ്ങൾ പേടിക്കുന്ന വേണം, ഇന്നൊക്കെ ഒരുക്കിയിട്ടുണ്ട്, സമൃദ്ധ ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തുമാകട്ടെ, അതുകൊണ്ടാ മത്തായി 26:41 പറയുന്നു, പരീക്ഷ അകപ്പെടാതിരിപ്പാൻ ഉടനെ പ്രാർത്ഥിപ്പീൻ, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം. ജഡം ബലഹീനമാണ് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ആത്മീയ കാര്യങ്ങൾക്ക് ഒന്നും കൂടത്തില്ല. അവൻ ജഡത്തിന്റെ ബലഹീന നിയമത്തെ റോമൻ നമുക്കറിയാം, വിട്ടുപോകുന്നത്. അപ്പൊ എന്തുമാകട്ടെ, വേഗത്തിൽ പറഞ്ഞു പോകുക. ഇതുപോലെ ജഡവും ആത്മാവും നമ്മുടെ അകത്ത് എന്നും പോരാട്ടമായിരിക്കും. എത്ര പേർക്കുണ്ട് ആ പോരാട്ടം? 1, 2, 3, 4 പേർക്കുണ്ട്. ബാക്കി കുറച്ച് ചില്ലുകൂട് പണിയണം. ഞാൻ പറയാം, എന്നാ ജോസഫ് പാസ്റ്റർ പറയാം, കുറച്ച് ചില്ലുകൂട് വിശുദ്ധ, അല്ലേ? മറിയ എന്നുള്ള പേരും ഇല്ല ഇവിടെ. മറിയ, അല്ലേ? വിശുദ്ധ എന്നൊക്കെ പറഞ്ഞ് ഓരോ പേരൊക്കെ ഇട്ട് നമുക്ക് നിർത്താം. ഈ ഒരു മനുഷ്യന്റെ ആ മരണം വരെ ഇതുണ്ടാകാം. പക്ഷെ ഇത് ഭൂമിയിൽ വെച്ച് നമുക്ക് തീർക്കുവാനും കഴിയും. ഹല്ലേലൂയ. എത്രത്തോളം നമ്മുടെ ജഡത്തെ കൊല്ലുന്നുവോ അത്രത്തോളം നമുക്ക് പോരാട്ടം കുറഞ്ഞുകൊണ്ടിരിക്കും. ജഡത്തെ എത്രത്തോളം വളർത്തുന്നുവോ അത്രത്തോളം ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മൾ. അതുകൊണ്ട് ഭൂമിയിൽ കൊല്ലുവാൻ അധികാരമുള്ളവർ നമ്മ മാത്രമേ ഉള്ളൂ. തമ്മിലല്ല, അത് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇതല്ല, ഇത് ചെയ്യുന്നത് ജഡത്തെ കൊല്ലുക ഓരോ ദിവസം. അത് ഞാൻ പിന്നെ സമയമുള്ളതിൽ ഞാൻ എടുത്തോളാം. ഓരോ ദിവസം തുടർമാനമായി കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ദൈവാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തിയെ കൊല്ലണം. ഒരുപക്ഷെ ഈ ക്ലാസ് ഞാൻ എടുത്തില്ലെങ്കിലും നമ്മുടെ ഡെലിവറൻസ് ക്ലാസ്സിൽ ആഴമായി അതിനെക്കുറിച്ച് പഠിപ്പിക്കും നമ്മളായിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുമോ? അപ്പോൾ എന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ യുദ്ധമുണ്ടാകും. അത് എന്ത് വിഷയം വന്നാലും ആദ്യം നമ്മുടെ ഹൃദയം രണ്ടും തമ്മിൽ നല്ല പോരാട്ടമായിരിക്കും, ജഡവും ആത്മാവും തമ്മിൽ. ഓക്കെ, 5-14 പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാ, കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ
സ്നേഹിക്കണം എന്ന ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡമോഹം നിവർത്തിക്കുക ഇല്ല എന്ന് പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാവുന്ന അവർ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പം രണ്ട് ജീവിതങ്ങൾ, രണ്ട് അഭിലാഷങ്ങൾ, രണ്ട് ആഗ്രഹങ്ങൾ, രണ്ട് ചിന്തകൾ, അല്ലേ, രണ്ട് പ്രവൃത്തിയൊക്കെ നമ്മുടെ അകത്ത് കിടക്കുക. ഈ സ്പിരിറ്റും ഫ്ലഷും തമ്മിൽ എന്നും പോരാട്ടമാ. ഇവിടെയാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഇടത്തോ വലത്തോ എന്നൊക്കെ ചോദിച്ചാൽ ചില സമയം ഇടത്ത് കയറിക്കും, ചില വലത്ത് കയറിക്കൊക്കെ ശരി തന്നെയാ. പക്ഷെ രണ്ട് നമ്മുടെ അകത്ത് ഉണ്ട്. ഇത് കർത്താവ് കളയാതെ നമ്മുടെ അകത്ത് വെച്ചതെങ്കിൽ അത് നന്മക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാണ്ട്, പൗലോസിന് ദൈവം കർത്താവ് ഒരു സാത്താനെ കൊടുത്തി. നമ്മളാണെങ്കിൽ ശാസിച്ച് പുറത്താക്കും, ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞ്, അല്ലേ, 7 ദിവസം 21 ഉപവസിച്ച് നമ്മൾ ആ സാത്താനെ അടിച്ച് പുറത്താക്കും. പൗലോസോ ആ സാത്താനെയും കൊണ്ട് ജീവിതകാലം മുഴുവൻ നടന്നു. ഇപ്പൊ പേടിയായി. ഇപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്. അവിടെ പോയാൽ ഇനി സാത്താനെ കൊണ്ട് ഒന്നും പറഞ്ഞേക്കരുത്. കാരണം പൗലോസിനെ സംബന്ധിച്ചോളം വലിയ വെളിപ്പാടും ഒക്കെയുള്ള മനുഷ്യനാ. നിഗളിച്ചു പോകാനിടയുണ്ട്. നിഗളം വരും മിനിസ്ട്രിയിൽ, നമുക്ക് നിഗളം വരും. നമ്മുടെ കൃപാവരങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, നമ്മളെ പെരുമ്പെരുമയൊക്കെ വരുമ്പോൾ നമ്മൾ അധികം നിഗളിച്ചു പോകും. അത് സ്വാഭാവികമാണ്. കാരണം ജഡമകത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് കുത്തുവാൻ സ്വന്തമായിട്ട് കർത്താവിനൊരു ചുരുക്കുട്ടി പിശാച് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ ആ നിഗളം പൊങ്ങി വരുമ്പോൾ തന്നെ ഒറ്റ കുത്ത്. അതെന്താണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, അല്പമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഒക്കെ വിട്ട് എന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അപ്പോൾ പൗലോസ് മനസ്സിലായി, ഇത് ശരിയാവത്തില്ല, എൻ്റെ കൂടെ ഇരിക്കേണ്ട സാധനം, മരണം വരെ ഇരിക്കേണ്ട സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് പൗലോസ് മനസ്സിലായി. കാരണം ആ പിശാച് ഇല്ലായിരുന്നെങ്കിൽ നിഗളിച്ച് നരകത്തിലേക്ക് പോയനെ. പിശാചിന് വന്ന ഗതികേട് പൗലോസിന് വന്നേനെ. നമുക്ക് വന്നേക്കാം, ഇതൊക്കെ നമുക്കും വന്നേക്കാം, ഇല്ലേ? നമ്മൾ വലിയ പുണ്യാളന്മാരൊന്നുമില്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും വീഴാം. ഇന്നലെ വഴുവഴുപ്പിൽ നിർത്താം, വേറെ ആളെ പറഞ്ഞത് വഴുവഴുപ്പിൽ നിൽക്കുക, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് തെന്നി വീഴാം. ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് രണ്ട് തമ്മിൽ പ്രതികൂലമായ 2 ജീവിതങ്ങൾ നമ്മുടെ അകത്തുണ്ട്. അത് ദൈവം വെച്ചിരിക്കുന്നത് നമ്മളെ പരിശോധിച്ച് നമ്മൾ ഏതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ജഡത്തെ വേണമെങ്കിൽ കർത്താവിന് വേണമെങ്കിൽ എടുത്ത് മാറ്റിയാൽ മതി, രക്ഷിക്കപ്പെടുന്ന എടുത്ത് മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷെ മാറ്റാതിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ടെസ്റ്റ്, പുതിയ നിയമത്തിലെ ടെസ്റ്റാണ്. ജഡവും ആത്മാവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? നമ്മുടെ ചോയ്സാണ്. ഇന്ന് നമ്മുടെ ചോയ്സാണ്. ആർക്ക് വേണമെങ്കിലും വിൽക്കാം. നമ്മൾ പറയില്ലേ, ചില ആൾക്കാർ പറയും, എനിക്ക് പൈസയോട് വലിയ മോഹമൊന്നുമില്ല, സമ്പത്തിനോട് വലിയ ആഗ്രഹമൊന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഒരു 10 കാശ് കയ്യിൽ വരുമ്പോണ്ടല്ലോ, പിന്നെ അവനൊക്കെ പുത്തപ്പണക്കാരനെ പോലെ ആയിരിക്കും. ആണോ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയും, നമ്മൾ വീട് ഒന്നുമില്ല, ഞാൻ പിന്നെ ഒരിക്കലും. പക്ഷെ 2 കാശ് വന്നു നോക്കട്ടെ, നമ്മളൊക്കെ വിട്ടുപോകും. കാരണം അത്രമാത്രം ജഡം അത്ര മോശമാണെന്ന്. ഇതൊക്കെ ദൈവം വെച്ചത് വരുമ്പോൾ അവൻ എന്നെ സ്വീകരിക്കുമോ അതോ ജഡത്തിന്റെ പുറകെ പോകുമെന്ന് അറിയാൻ വേണ്ടിയാ. പക്ഷേ നമ്മൾ അത്ര ഭയാനകമാണ്. ഇപ്പൊ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അറിയാം നമ്മുടെ ജീവിതം എത്രമാത്രം തകർന്നു പോകുന്നു എന്ന്. നാം വീണു പോകുന്നു നമുക്കറിയാം. ഓരോരുത്തരും ജീവിതം പരിശോധിച്ചാൽ മതി. ഓരോ സന്ദർഭങ്ങൾ, പരീക്ഷകൾ, പരിശോധന വന്നപ്പോൾ എത്രമാത്രം തകർന്നു പോയിട്ടുണ്ട് നമ്മളൊക്കെ. ഓരോന്നെടുത്ത് നോക്കിക്കോ, എത്ര പ്രാവശ്യം. ഞാൻ പറഞ്ഞില്ലേ, 6 മാസം മതി പൗലോസിന് ഒരു വ്യക്തിയെ ഒരു ലീഡറാക്കി മാറ്റി അടുത്ത സ്ഥലത്തേക്ക് പൗലോസിന് പോകാനായിട്ട്. പക്ഷെ ഇത് 6 മാസമല്ല, 6 വർഷമല്ല, 60 വർഷം കഴിഞ്ഞിട്ട് പോലും ഇന്ന് ഒരു മെച്യൂരിറ്റിക്ക്, ഒരു ആത്മീയ മെച്യൂരിറ്റിക്ക് വരാൻ കഴിയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ജഡത്തിന്റെ പുറകെയാണ് ഇന്ന് ജീവിക്കുന്നത്. ഹല്ലേലൂയ. 6 മാസം മതി. ബൈബിളിൽ പഠിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തിയൊക്കെ പഠിച്ചാൽ വെറും 6 മാസം കൊണ്ട് പൗലോസ് ഒരു വ്യക്തിയെ തികഞ്ഞവനാക്കുന്നതല്ലേ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ചെറിയ രീതിയിൽ അവനെയൊക്കെ വചനം പഠിപ്പിച്ച് ശുശ്രൂഷകനാക്കി മാറ്റുകയാണ്. ഓക്കെ, എന്ത് പോകട്ടെ, മുന്നോട്ട് കടന്നു പോകുന്നു. അപ്പോൾ ഈ 2 വ്യക്തികൾ നമ്മുടെ അകത്തുള്ള സ്പിരിറ്റും വീണ്ടും ജനിക്കപ്പെട്ട ആത്മാവും നമ്മുടെ ആദാമിൻ്റെ പ്രകൃതം, അല്ലേ, പഴയ പ്രകൃതം, പഴയ സ്വഭാവമുള്ള ജഡവും നമ്മുടെ അകത്ത് ഉണ്ട്. ഇവർ തമ്മിലാണ് ഇന്ന് പോരാട്ടം നടക്കുന്നത്. 2 പത്രോസിന്റെ 2:11 വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും. ആ വാക്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ മലയാളത്തിൽ നിങ്ങളുടെ ബൈബിളിൽ 1 അടിവരയിട്ടിട്ട് മുകളിൽ എഴുതിക്കളയുക, ആത്മാവല്ല, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ അല്ല, ആത്മാവല്ല. അവിടെ ഇംഗ്ലീഷ് മൂലഭാഷയിൽ സോളിനെ കുറിച്ചാണ് പറയുന്നത്. സോൾ, സൂക്കെ, ജീവനെ കുറിച്ചാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സൂക്കെ, ദേഹിയെ കുറിച്ചാണ്. ഞാൻ 1 പത്രോസ് 1:9, അല്ലേ, വിശ്വാസത്തിന് അന്തമായ ആത്മരക്ഷയല്ല, ദേഹിരക്ഷ. യാക്കോബിന്റെ ലേഖനം 1:21 നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ള ഉൾനട്ട വചനം. തെറ്റ്, ആത്മാക്കളെയല്ല, എന്താ,
ദേഹിയെ രക്ഷിപ്പാൻ തക്കവണ്ണം കഴിവുള്ള ഉൾനട്ട വചനം. അതുപോലത്തെ ഒരു വാക്യമാണിത്. നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ അല്ല, നമ്മുടെ ദേഹിയോടും പോരാടിക്കൊണ്ടിരിക്കുന്ന അല്ലേ ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും. അപ്പോൾ നമ്മൾ പരദേശികൾ, അന്യരും പരദേശികൾ, പ്രവാസികളാണ്, ഇവിടുത്തെ പരദേശികളാണ് നിങ്ങൾ. അതുകൊണ്ട് ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് നിറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജഡം ഇവിടെ തന്നെയുണ്ട് അല്ലേ. നമ്മുടെ സോളിൽ നിറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജഡത്തിൻ്റെ മോഹങ്ങൾ ഇവിടെ തന്നെയുണ്ട്. എന്നിട്ട് പറയാം, വിട്ടകന്ന് ജാതികൾ നിങ്ങൾ ദുഷ്പ്രവർത്തികൾ എന്ന് ദുഷിക്കുന്നതോറും നമ്മുടെ ജീവിതത്തിൽ ഈ ആയുസ്സിൽ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ കൊല്ലുവാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമുക്കവിടെ കാണാൻ കഴിയും. ബാക്കി നമ്മുടെ ദേഹിയോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ആ ജഡമോഹങ്ങൾ അല്ലെങ്കിൽ ജഡ ഇച്ഛകൾ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ, അത് നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇതോടെ ഈ പടം കണ്ട മനസ്സിലാവും, നീല കാണുന്ന സോളാണ്, ദേഹി നമ്മുടെ എന്താ പറയുക ഫ്ലഷ്, നമ്മുടെ ജഡവും ആത്മാവും തമ്മിൽ പിടിവലിയ, നമ്മുടെ സോളിന് വേണ്ടിയുള്ള പിടിവലിയാണത്. ഈ പടം നോക്കിയാൽ നിങ്ങൾ അല്ലേ, നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ 2 വ്യക്തികൾ ആരൊക്കെയാ, സ്പിരിറ്റും ആത്മാവും ജഡവും അല്ലേ. ഈ 2 പേരും ഫ്ലഷ് ജഡം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ശരീരമായിട്ട് വേണമെങ്കിൽ പഠിക്കാം, ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് അല്ല, ശരിക്കും അതല്ല എങ്കിൽ പോലും ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രം വെക്കുക. ആ ജഡവും അല്ലെങ്കിൽ ആത്മാവും തമ്മിൽ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത് ഈ ദേഹിയെ പിടിച്ചു വലിക്കാൻ വേണ്ടിയാണ്. ദേഹി അങ്ങോട്ട് പിടിച്ചു വലിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ദേഹിക്കകത്ത് ജഡമോഹം നിവർത്തിക്കാൻ വേണ്ടി ജഡം പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവാണെങ്കിൽ പിടിച്ച് വലിക്കുന്നത് ആ ദേഹിയിൽ എന്തിടാൻ വേണ്ടിയാണ്? ദൈവഹിതം എഴുതാൻ വേണ്ടിയാണ്. ഈ സോളിനെ പിടിച്ച് വലിക്കുക അങ്ങോട്ട്, ഒരുത്തൻ ജഡം അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു. നമുക്കറിയാം പലപ്പോഴും നമുക്ക് ആഗ്രഹമില്ല, പക്ഷേ കണ്ണ് കോഴിക്കൂട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് ആഗ്രഹമുണ്ടോ? നോർമൽ ഞാൻ കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളേ. നമുക്ക് ആഗ്രഹമില്ല, കൺമോഹം നമുക്ക് ആഗ്രഹമില്ല, പക്ഷേ കണ്ണറിയാതെ പോകുക. എത്ര പിടിച്ചു നിർത്തിയാലും അല്ലേ, ഞാനും കണ്ണുമായിട്ട് ഉടമ്പടി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഉടമ്പടി മാത്രമേ ഉള്ളൂ, അവസാനം ഉടമ്പടി ലംഘനം മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. പക്ഷെ എന്തുകൊണ്ടെന്നറിയാമോ? അത്രമാത്രം പവറാണ് നമ്മുടെ ജഡത്തിന്. ജഡം നിസ്സാരമായിട്ട് എടുക്കരുത്, സാത്താനെ നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത്. നമ്മളെക്കാൾ ബലവാനാണ് സാത്താൻ. കുതിലേൻ പറയുന്നു, ബലവാനായവനെ തകർക്കുവാൻ ബലഹീനമായ നമ്മെ വിളിച്ചിരിക്കുന്നു. യെശയ്യാപ്രവചനം എസെക്കിയേൽ പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, ദാനിയേലിൽ ജ്ഞാനിയാണവൻ, വെറും പുള്ളിയൊന്നും അല്ല. നമ്മുടെ ഈ ജഡത്തിലെ ചെറിയ 5-6 വചനം കൊണ്ട് നമുക്ക് അവനെ ജയിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. 5-6 വചനം കാണാപ്പാടം പഠിച്ചുകൊണ്ടെങ്കിൽ വെച്ച് നമ്മുടെ തലയിൽ വെച്ച് നല്ല പ്രാർത്ഥിക്കുന്ന നല്ല ചാടൂര ചാതുര്യം അല്ലേ, ആ ചാതുര്യമൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുന്നതോടൊന്നും നടക്കത്തില്ല. ഇത് ക്രിസ്ത്യ ജീവിതം ആത്മാവിൽ ജീവിതമാണ്. ഒരുവൻ ആത്മാവിൽ ജീവിക്കാൻ പഠിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ക്രിസ്ത്യ ജീവിതം എത്തിപ്പെടാൻ കഴിയത്തില്ല. നമ്മൾ അത് കാര്യം മറന്നു പോകരുത്. നമുക്ക് അതിലേക്കൊക്കെ പഠിക്കാൻ, അതിലേക്ക് അടുക്കണമെങ്കിൽ നമുക്ക് ഈ ഫൗണ്ടേഷൻ ഒന്ന് വീടേ മതിയാകത്തുള്ളൂ. 1.5 വർഷമായിട്ട് ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടിരിക്കുക നമ്മളിപ്പോഴും. അപ്പം തന്നെ അടിയിൽ മാട്ടിയും വെച്ചാൽ ബോംബിട്ടുകൊണ്ടിരിക്കുക അല്ലേ. ബന്ധുപാട്ട് അപ്പം യാക്കോബ് 4:1 പറയുക, നിങ്ങൾ ഈ ഷണ്ഡവും കലഹം എവിടെ നിന്ന്, എവിടെയാ ഷണ്ഡം കലഹം കിടക്കുന്നത്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛ, ഭോഗങ്ങൾ, താൽക്കാലിക ഭോഗങ്ങളെന്ന് മറ്റേ നമ്മുടെ എബ്രായ ലേഖനത്തിൽ നമ്മുടെ മോശയെക്കുറിച്ച് പറയുമ്പോൾ താൽക്കാലിക ഭോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭോഗത്തിന് പാപത്തിന് സുഖമുണ്ട് കേട്ടോ. ഞങ്ങളുടെ കാര്യം പാപം ചെയ്യുന്ന സുഖമില്ലേ? നിങ്ങൾ പാപം ചെയ്യാത്ത ആളായതുകൊണ്ട് എനിക്ക് നല്ല പാവമൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പാപം ചെയ്യുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ അല്ലേ. ഒരു പാപത്തിനില്ലാന്ന് പറയുന്നത് എബ്രായ ലേഖനം. പാപത്തിന് താൽക്കാലിക ഭോഗം, താൽക്കാലികം, ഒരു കുറച്ച് നേരത്തെ ചെറിയ സമയത്തേക്കുള്ള ഒരു താൽക്കാലിക സുഖമുണ്ട് പാപത്തിന്. പക്ഷെ അത് കഴിയുമ്പോൾ നമുക്കറിയാലേ, പാപം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി നമ്മുടെ ആത്മാവിലേക്ക് പിന്തിരിച്ച് കഴിയുമ്പോഴല്ലോ നമ്മുടെ സോൾ എത്രമാത്രം വേദനിക്കും നമുക്കറിയാം. എല്ലാവരുടെ കാര്യമല്ല, വിശുദ്ധന്മാരുടെ കാര്യം പറഞ്ഞാണ്. പാപം ചെയ്തു പോയി, വന്നുപോയി, ചീത്ത വിളിച്ചു പോയി, തെറ്റ് ചെയ്തു പോയി, ആഗ്രഹമുണ്ട്, പക്ഷെ ജഡം അത്രമാത്രം പിടിച്ച് വലിച്ച് ചെയ്തു പോയി. പക്ഷേ കർത്താവ് പരിശുദ്ധനായതുകൊണ്ട് അവൻ അപ്പോൾ അവിടെ നിൽക്കാൻ കഴിയത്തില്ല. അവനെ അപ്പം തന്നെ പിന്തിരിഞ്ഞ് നേരെ നമ്മുടെ ആത്മാവിലേക്ക് പിന്തിരിഞ്ഞു പോകും. പിന്നെ നമുക്ക് വേണ്ടായിരുന്നു അല്ലേ, സ്വയം ശപിക്കും നമ്മൾ. പിന്നെ കാണുന്നവരോടൊക്കെ ദേഷ്യമായിരിക്കും. പേടിക്കുന്ന വേണ്ട, അത് നമ്മുടെ ഒരു വിശുദ്ധ ലക്ഷണമാണത്. പാപം ചെയ്തു പോയാൽ അവന് ഡ്രൈനസ് അനുഭവിക്കും. ആ താൽക്കാലിക സുഖം വരുമ്പോൾ അല്പസമയത്തൊക്കെ അവൻ ചെയ്തു പോകും, ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ അവിടെയൊക്കെ റിയലൈസ് ചെയ്യുക, ഒരു താൽക്കാലിക ഭോഗത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആ നിത്യമായത് കളയണോ? അവൻ ചിന്തിക്കാൻ തുടങ്ങും രണ്ട് സൈഡ് അല്ലേ. അതിൻ്റെ ആ ആത്മീയ സന്തോഷം കളയണോ? ഇപ്പുറത്ത് ജനം വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വീണ് കഴിയുമ്പോൾ, പിച്ച വെച്ച കഴിയുമ്പോഴൊക്കെ പഠിക്കത്തുള്ളൂ. ഇതവിടെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ
അല്ലേ? അത് അങ്ങനെയാണ്. അപ്പൊ പിന്നെ നമ്മുടെ സോളിൽ നമ്മൾ ചിന്തിക്കും, ഓ അല്പനേരത്തെ സുഖത്തിന് വേണ്ടി എന്തിനാണ് നമ്മൾ ആ നിത്യമായ സുഖം കളയുന്നത്? ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആഴമായി ക്ലാസ് ഉണ്ട്. അതിന് ബാലശിക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് വരുമ്പോൾ അവിടെ ആ ചെറിയ സുഖത്തിന് വേണ്ടിക്ക് നമ്മൾ പലതും വിട്ടുകളയുന്ന കാര്യമുണ്ട്. നമ്മൾ അതിന് ആ നിസ്സാര കാര്യത്തിന് വേണ്ടി, പക്ഷേ വീണ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് വേണ്ടായിരുന്നു. അവിടേക്ക് നമ്മുടെ സോള് നമ്മളുടെ സോളിനേക്ക് ഉറപ്പിക്കുന്നത്. അവിടെ ഫ്ലഷ് പിന്നെ എത്ര വലിച്ചാലും നമ്മുടെ സോൾ പിന്നെ വിട്ടുകൊടുക്കത്തില്ല. ആത്മാവിന് ശക്തി ഇറങ്ങി വന്നിട്ട് ആത്മാവിന് ശക്തി ഇറങ്ങി വരാൻ തുടങ്ങിയ പിന്നെ ആർക്കും ഒരു ജഡമല്ല, ഒരു പിശാച് ആര് വന്ന് നിന്നാലും അവൻ എല്ലാം കൂടി മുമ്പിൽ വന്നാലും അവൻ പറയും ഒന്നും ആവത്തില്ല അവന്. കാരണം ആത്മാവിനാൽ മാത്രമേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛയിൽ നിന്നാണ് ഇതെല്ലാം മുങ്ങി വരുന്നത്. ഓരോ അവയവങ്ങളിൽ പാപമുണ്ട്. ഇപ്പം ഞാൻ പിന്നീട് ഇപ്പോൾ ഡെലിവറൻസ് ക്ലാസ്സിൽ വരുന്നവർക്ക് പഠിക്കാം. നമ്മുടെ കണ്ണ് എന്തുകൊണ്ടെന്നറിയാമോ? കൺമോഹം വേണ്ടാന്ന് വിചാരിച്ചാലും കണ്ണ് പാപത്തിലേക്ക് പോകുന്നത് അല്ലേ? ആരാ അയ്യോ പറഞ്ഞില്ലേ, ഒരു കിളിയെ നോക്കാൻ തക്കവണ്ണം ഞാൻ എൻ്റെ കണ്ണുകളുമായി. അങ്ങനെയാണോ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലല്ലേ? അല്ല കിളി എന്താ പറഞ്ഞ അല്ലേ? അല്ലേ? അപ്പൊ അതുപോലെ ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കണ്ണൊക്കെ ഇടയ്ക്ക് വീട്ടിൽ പോയി പൊക്ക് നോക്കണം. ഇതിൻ്റെ അകത്ത് കുട്ടി പിശാചുകളുണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ലേ, കാണിച്ചു തരാം. ക്ലാസ്സിലേക്ക് വന്നാൽ മതി. നമ്മുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഭോഗേച്ഛകളുടെ പിന്നിൽ അതിന് ദുരാത്മാക്കളുമുണ്ട്. അവയവങ്ങളിലകത്ത് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കണ്ണുകൾ പിൻവലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ ആത്മാവിന് പുറകെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനർത്ഥം കണ്ണിൻ്റെ പോളയുടെ, ഞാൻ പറഞ്ഞ മാത്രമല്ല പോളയുടെ ഇടയല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ അതിനകത്ത് ആ ഓരോ അവയവങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കളെ കാണിച്ചു തരാൻ കഴിയും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു നിങ്ങൾക്ക്? എന്ത് പകരം വിട്ടുപോകുന്നു. അപ്പൊ എന്താണെങ്കിലും പിടിച്ചു രണ്ട് സോളിനെ രണ്ടുപേരും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. ജഡവും ആത്മാവും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. ആരുടെ ഹിതം അവൻ്റെ ഹൃദയത്തിൽ എഴുതണം, ദേഹിയിൽ എഴുതണം. അതാണ് ചോദ്യം. ജഡത്തിന് വേണ്ടി വിട്ടുകൊടുത്താൽ ജഡം എഴുതും, ആത്മാവിന് വിട്ടുകൊടുത്താൽ ആത്മാവ് എഴുതും. ഹല്ലേലൂയ. രണ്ടിനും സുഖമുണ്ട്, താൽക്കാലിക സുഖമുണ്ട് രണ്ടിനും. മറ്റൊരു താൽക്കാലിക സുഖമല്ല, അത് നിത്യമായ സുഖവുമുണ്ട്. ഭോഗത്തിന് താൽക്കാലിക, പാപത്തിന് താൽക്കാലികമായ ചെറിയൊരു സുഖമുണ്ട് ജഡമോഹത്തിന്, അല്ലേ? നമുക്കറിയാം നമ്മൾ എന്തോരം ചെയ്തു കൂട്ടിയതാ. താൽക്കാലികം മാത്രമല്ലേ എല്ലാം. സുഖമായിട്ട് എന്തെങ്കിലും ലഭിച്ചോ? ഒന്നുമില്ല. സുഖമായിട്ട് നമുക്ക് ഒന്നും ലഭിച്ചിട്ടില്ല, നമുക്ക് താൽക്കാലികം മാത്രം. അതുകൊണ്ട് എന്നും പുറകെ വലിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു യുദ്ധക്കളത്തെ നമ്മൾ നിൽക്കുന്നത്. ആ യുഗത്തിൽ നമുക്ക് ജയിക്കാൻ തക്കവണ്ണം നമ്മൾ പോരാടിയേ മതിയാകത്തുള്ളൂ. ഒറ്റയ്ക്ക് പോകരുതേ യുദ്ധത്തിന്, അല്ലേ? നമ്മൾ സ്വന്തമായി യുദ്ധം ചെയ്യാൻ പോയാൽ തകർന്നു പോകത്തേ ഉള്ളൂ. യോശുവയോട് ചേർന്ന് വേണം കനാൻ ദേശം പിടിച്ചടക്കുവാൻ. യോശുവ ആരാ യോശുവ? ഇവിടുത്തെ മറ്റേ അൺലോഡിക്ക് പോകുന്ന യോശുവയുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. പിന്നെ യോശുവ ഏതാണ്? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ കനാൻ ദേശം അവകാശമാക്കി എടുക്കുക. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും എന്ന് പറയുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജഡത്തെ നിസാരമായി കളയരുത്. ഞാൻ 33.5 വയസ്സിലെ കർത്താവിനെ അറിയുന്നത്. 33.5 വർഷം വരെ എന്നെ നയിച്ചത് അവനാണ്. അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു പോകില്ല. ഇറങ്ങടാന്ന് പറഞ്ഞാൽ അവൻ, അല്ലേ? ഈ പൂജ എന്തെങ്കിലും പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ കാവിലൊക്കെ ഉത്സവം വരുമ്പോൾ കാവിലൊക്കെ ആരെങ്കിലും പെണ്ണുങ്ങളിൽ ഭൂതം കയറി കഴിഞ്ഞാൽ പിന്നെ അവൾ പറയും, ശാന്തിക്കാരൻ വടിയൊക്കെ എടുത്ത് മന്ത്രവാദിയൊക്കെ എടുത്ത് ഇറങ്ങു വെളി എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാലൊന്നും പോണ സാധനമല്ല ഇത്. എന്ത് ചെയ്തും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? എന്തെങ്കിലും പൂവിട്ടാല് ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങൊന്നും അല്ല അതൊക്കെ. ഹല്ലേലൂയ. അതിന് ഇരിക്കേണ്ട ഇരിപ്പിടം അവനെ വെച്ചിട്ടുണ്ട്. ആ ഇരിപ്പിടം തകർത്ത് കളയണം നമുക്ക്. അവനിരിക്കണമെങ്കിൽ നമ്മുടെ കൊത്തിന് ഇരിപ്പിടം വേണം നമുക്ക്. വേണ്ടേ? അത് മറ്റൊന്നുമല്ല, എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ മോഹങ്ങളുമാണ്, എൻ്റെ ജഡയിച്ഛകളാൽ, എൻ്റെ ദുരാഗ്രഹങ്ങളാ. അതിനെ ഓരോന്നായി ആ ഇരിപ്പിടം തകർത്താൽ മാത്രമേ അവന് പുറത്തു പോകാൻ കഴിയത്തുള്ളൂ. നമുക്കാണെങ്കിൽ അതൊട്ട് നേരവും ഇല്ല, അല്ലേ? എന്ത് പകരം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്തായാലും ഞാൻ തമാശ രീതിയിൽ പറഞ്ഞു പോയെങ്കിലും അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവും. ഒരു ആത്മീയുദ്ധത്തിലാണ് നമ്മളെല്ലാവരും, ഒരു ആത്മീയുദ്ധത്തിലാണ്. ജഡം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക്. പക്ഷേ ഒരു കാര്യം പറയാം, നേരത്തെ പറഞ്ഞില്ലേ, 2 പത്രോസ് 1-ാം അധ്യായം 3 മുതൽ താഴേക്ക്, അല്ലെ 1-ാം വാക്യം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ 8-9 വാക്യം വരെ നമ്മൾ കാണുന്നത് നമുക്ക് വെച്ചിരിക്കുന്നവരുടെ അവരുടെ പരിജ്ഞാനമാണ്. നമുക്ക് അവനെക്കുറിച്ച് അറിയുവാനും വിലയേറിയ അതിമഹത്തായ വാക്തത്വങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അവയാലാണ് നമുക്ക് ലോകത്തിൽ നാശം വിട്ടൊഴിയാൻ നമുക്ക് സാധിക്കുന്നത്. ഈ കാര്യം ഓർഡറൊന്നും മറന്നു പോകരുത്. കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ പഠിച്ചതാണ്, ആഴമായി പഠിച്ചതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഇത് അഡോപ്റ്റ് ചെയ്ത് അല്ലേ ജീവിതത്തിൽ അത് കൊണ്ടുവരണം നമ്മുടെ ജീവിതത്തിലേക്ക്. അതൊക്കെ അതുകൊണ്ട് ഇത് അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യൻ, പഴയ ട്രിനിറ്റി ഓഫ് മാൻ്റെ 25 ക്ലാസ്സിൽ ഒരു ക്ലാസ് നമ്മൾ എടുത്തത്, അല്ലേ? അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും. ഈ സോള് ദേഹി ആരുടെ പുറകെ പോകുമോ അതുപോലെ ഇരിക്കും നമ്മുടെ നിത്യത.
ആത്മാവിന്റെ പുറകെ, ആത്മാവിന്റെ ഹിതത്തിന്റെ പുറകെ പോയാൽ സ്വർഗം കിട്ടും. ദേഹി ദേഹി ദേവി അല്ല, അല്ലേ, വായിൽ പേര് വരുന്നല്ലേ, ദേവി അല്ല, ദേഹി ശരീരത്തിന്റെ പുറകെ പോയാൽ പറ നരകത്തിൽ പോകും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ആ പഴയ ക്ലാസ്സുകളൊക്കെ മറന്നു പോകരുത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്നിനോടൊന്ന് പൂരകങ്ങളായിരിക്കും, ചേർന്നിരിക്കും, ഒന്നും തമ്മിൽ ഒന്നും ഇടർച്ചയുണ്ടാകത്തില്ല. നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സും തമ്മിൽ ഒരു വചനങ്ങളും തമ്മിൽ ഒരിക്കലും ചേരാതെ വരത്തില്ല. നിങ്ങൾ പഠിക്കുന്ന ഏത് വചനം എടുത്ത് പഠിച്ചോ, ഏത് ക്ലാസ് എടുത്ത് പഠിച്ചോ, എല്ലാം ഒന്നിനോടൊന്ന് പൂരകങ്ങളായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മുടെ ദേഹി ആരുടെ ഇഷ്ടപ്രകാരം പോകുന്നുവോ, ആത്മാവാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകും. നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നരകമല്ലാതെ മറ്റൊന്നുമില്ല, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ റോമർ 8:13 മരിക്കും. അതാ പറയുന്നത്, അതായിരിക്കും അറിയേണ്ടത്. നിശ്ചയമായിട്ട് മരിക്കും, അല്ലാതെ വേറെ വഴിയില്ല. തമിഴ് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 2:7 പഠിച്ചാൽ, 2:17 പഠിച്ചാൽ നന്മ തിന്മ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ മരിക്കും. നമുക്ക് മലയാളത്തിൽ നിശ്ചയം എന്ന വാക്കില്ലല്ലേ, ഇല്ല. തമിഴിലെ നല്ല ട്രാൻസ്ലേഷനൊക്കെ നിശ്ചയം എന്ന വാക്കാണ് എവിടെയുണ്ട് നമുക്ക്. അത് കറക്റ്റ് വാക്കാ. എന്താ പറയുക, നിശ്ചയം എന്ന് പറഞ്ഞാലേ ഉറപ്പായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇക്കാര്യം മറന്നു പോകരുത്. ഇതൊക്കെ ജീവിതത്തിൽ ജഡവും ആത്മാവും തമ്മിൽ എന്നും ഒരു പോരാട്ടത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട്. ഒരിക്കലും അത് നമ്മൾ തള്ളിക്കളയരുത്. ചെറിയ അല്പം നേരത്തെ സുഖത്തിന് വേണ്ടി നമ്മുടെ ക്രിസ്ത്യ ജീവിതം തള്ളിക്കളയരുത്. വാക്തത്വം തള്ളിക്കളയാൻ പാടില്ല. നമുക്ക് ഇപ്പോൾ പേരും പെരുമയും സമ്പത്തും ഒക്കെ നമുക്കിവിടെ കിട്ടും, എല്ലാം നമുക്ക് കിട്ടും. പക്ഷേ ഇതെല്ലാം ശാശ്വതമല്ല, താൽക്കാലിക ഭോഗം മാത്രമേ. ശവപ്പറമ്പ് വരെ മാത്രമേ നമുക്ക് ഇതെല്ലാം ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ലോകമാണ് നമുക്ക് ഇന്ന് അന്വേഷിക്കേണ്ടത്. ഒന്ന് രണ്ട് വാക്യം മാത്രം പറഞ്ഞു പോകുക. പഴയ സ്വഭാവത്തെ, ജഡത്തെക്കുറിച്ച് തിരുവചനം ഒരുപാട് വാക്യം പറയുന്നുണ്ട്. ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. റോമർ 8:17 വെച്ച ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. കർത്താവ് പറയും ഒരു നന്മയും. അപ്പോൾ പലപ്പോഴും സൽപ്രവർത്തികൾ ചെയ്യുന്നത് പോലും പലപ്പോഴും നമ്മൾ ജഡത്തിലാണ് ചെയ്യുന്നത്, ഇല്ലേ? ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആൾക്കാരെയും കൊടുക്കും, എന്നിട്ട് 10 പേരോട് വിളിച്ച് പറയും. കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അല്ലേ? സൽപ്രവർത്തികളൊക്കെ ചെയ്യും, മറ്റുള്ള ദാനങ്ങളൊക്കെ കൊടുക്കും, പക്ഷേ 10 പേരോട് വിളിച്ചു പറയും. അപ്പൊ കൊടുത്തത് ദൈവികമല്ല, ജഡത്തിൽ കൊടുത്തതാണ്. ഓക്കെ, വിട്ടുപോകുന്നു. അപ്പോൾ അത് ജഡത്തിൽ നന്മ ഒരു നന്മയും ജഡത്തിലില്ല എന്ന കാര്യം മറന്നു പോകരുത്. യോഹന്നാൻ 6:63 വായിക്കുമ്പോൾ അവിടെ മാംസം ഒന്നിനും ഉപയോഗിക്കുന്നില്ല. ഇംഗ്ലീഷിൽ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ് എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒട്ടും ഈ ജഡത്തിൽ എന്താ പറയുക, ഒന്നുമില്ല. നത്തിങ് എന്നാ ഇംഗ്ലീഷ് ആ വാക്ക് നല്ല രസമാണ്. നത്തിങ് എന്നാ പറയുന്നത്, അല്ല ഒന്നുമില്ല. കാരണം ജഡത്തിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. എന്നാൽ അപ്പുറത്ത് വായിക്കുന്നു താൽക്കാലികമായി സുഖമുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ലല്ലേ? പക്ഷേ നിത്യതയുമുള്ള ബന്ധത്തിൽ ഒരു ഗുണവും, അതാ മാംസം. ഈ മാംസം അല്ല പറയുന്നത്, അവിടെ SARX എന്ന് പറയുന്ന എന്ന് പറയുന്ന ഗ്രീക്ക് പദം അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഫ്ലഷ് ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന കാര്യം മറന്നു പോകരുത്. ഫിലിപ്പിയർ 3-ാം പഠിക്കുമ്പോൾ 3:3 പറയുന്നു, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന അവിടെ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ, അല്ലേ? അപ്പോൾ ജഡത്തിനിവിടെ ആശ്രയിക്കുന്നില്ല. ഈ വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് വാക്യം കാണാൻ കഴിയും. അവിടെ പഴയ നിയമമൊക്കെ പഠിച്ചാൽ മിസ്രൈമിനെ ഭുജമാക്കി കൊണ്ടുപോടുന്ന, ജഡത്തെ ഭുജമാക്കി കൊണ്ടുപോടുന്ന ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിലൊക്കെ. ഇതൊക്കെ പഴയ നിയമത്തിൽ വെറുതെ എഴുതി വെച്ചിരിക്കുകയല്ല, പുതിയ നിയമമായി ചേർന്ന് നിൽക്കുന്ന വാക്യങ്ങളാണ്. അവിടെ നമുക്ക് എഴുതിയിട്ടില്ല എങ്കിൽ പോലും എൻ്റെ ഓർമ്മയിൽ ഒരുപാട് വാക്യങ്ങൾ പൊങ്ങി വരികയാണ്. മിസ്രൈമിൽ പോകരുതെന്ന് പറഞ്ഞു, കാരണം അവിടുത്തെ കുതിരകൾ ഭയങ്കര സ്ട്രോങ്ങാ. അതുകൊണ്ട് ശലോമോൻ അത്രയും വലിയ ജ്ഞാനി വീണുപോയി. മിസ്രൈമിൽ പോയിട്ട് കുതിരയെ വാങ്ങി, കാരണം അതൊക്കെ പറയുന്നത് മുഴുവൻ ജഡത്തോടുള്ള ബന്ധത്തിലാണ്. ഞാൻ അങ്ങനെ ഓരോ ക്ലാസ്സുകളും ഡീറ്റെയിൽഡ് പഠിക്കാൻ പോയാൽ ഒക്കെ നമുക്കിവിടെ തീരത്തില്ല. ഈ ജന്മത്ത് തീരത്തില്ല ഈ ലോകത്തെക്കുറിച്ചുള്ള ക്ലാസ്. ഇതൊക്കെ പഠിപ്പിക്കുന്ന മുഴുവനും ജഡമാ. ഗോലിയാത്തും ദാവീദിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇതേ സെയിം ക്ലാസ്സാണ് ഇതൊക്കെ. ഇതെല്ലാം ഇതിനോട് ബന്ധി പഠിപ്പിക്കുക. പക്ഷെ അതൊക്കെ പഠിക്കാൻ പോയാൽ ഈ ജന്മത്ത് നമ്മൾ ഈ വേൾഡ് ക്ലാസ് തീരത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക, അല്ലെങ്കിൽ മിസ്രൈമിലെ കുതിരകളിൽ അവിടെ മേടിക്കാൻ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. എല്ലാം ഹൃദയത്തിലേക്ക് ഓടി വരിക, എന്തുമായി വിട്ടുപോകുന്നു? ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യും നാം തന്നെ. നമ്മുടെ ഒരിക്കൽ പോലും ജഡത്തിൽ ആശ്രയിച്ചാൽ അല്പസുഖം നമുക്ക് കിട്ടും, പക്ഷേ അതിൻ്റെ അവസാനം പരാജയമായിരിക്കും നമുക്കത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ആശ്രയിക്കാതിരിക്കുക, ആത്മാവിൽ തന്നെ ആശ്രയിക്കുക. റോമർ 13:14 മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ആഴമായി ഈ ക്ലാസ് നമുക്ക് തോട്ട് ലൈഫിനെ കുറിച്ച്, ചിന്തയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആഴമായി പഠിക്കും. ഇത് എല്ലാത്തിൻ്റെയും നമ്മൾ അറിയാതെ ചുമ്മാ ഇങ്ങനെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും.
കുറച്ച് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് വരുമ്പോഴില്ല സന്തോഷത്തിൽ കമ്മിറ്റി കൂടി നമ്മൾ തമാശ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും കാര്യം പറഞ്ഞ് വേറെ ആ പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത ആരെയും കുറിച്ചൊന്ന് സംസാരിക്കുമ്പോൾ അറിയുമ്പോൾ പുള്ളി മൗനമായിരിക്കും കുറച്ച് നേരത്തേക്ക്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ധാരയായി ഒഴുകും, മൂക്കുക അല്ലേ, ചുണ്ടൊക്കെ വിതുമാൻ തുടങ്ങും. കാരണം അറിയാമോ, ഞാൻ പറഞ്ഞ മനസ്സിലായി ഈ രോഗങ്ങളൊക്കെ നമ്മൾ മാറ്റും. ഈ രോഗങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഡെലിവറി ക്ലാസ്സിൽ മാറ്റുന്നതൊക്കെ ഇത് അർത്ഥം നമ്മുടെ ആ പറഞ്ഞ നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുക, അതിനിടയിൽ ഇഷ്ടമില്ലാത്ത പല ചിന്തകൾ കയറി വന്ന് ആ ചിന്തയിലൂടെ നമ്മൾ ആ ലോകത്തിലേക്ക് പോയി അവസാനം തോറ്ററിയാമോ പക്കാ ജഡത്തിലായി നമ്മൾ മാറിപ്പോ, ജഡത്തിൽ അടിമയായിപ്പോ. അതുകൊണ്ട് ചുണ്ടുകൾ വിതുമ്പും അല്ലേ, മൂക്കൊക്കെ വികസിക്കും, പിന്നെ വാക്കുകളൊക്കെ എന്നൊക്കെ പറഞ്ഞു കളയും, പിന്നെ മുടി അഴിച്ചിട്ട് തുള്ളൽ നടക്കലൊക്കെ നാട്ടുഭാഷ പറഞ്ഞു മാത്രമേ ഉള്ളൂ, പേടിക്കണ്ട. ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ കാരണം എല്ലാം ചിന്തയിലേക്ക് നമ്മുടെ ജീവിതം പലിച്ചുകൊണ്ട് പോകുകയാണ് ജഡം. ഹല്ലേലൂയ. ഇതൊക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞു വിട്ടുന്നേ ഉള്ളൂ ഞാനത്. ഇതൊക്കെ നമ്മുടെ കാര്യമാണ്. അപ്പോൾ എന്തുവാകട്ടെ, മോഹങ്ങൾ ജനിക്കുമാറായിട്ട് ജഡത്തിലായി ചിന്തിക്കരുത്. ഇപ്പൊ ഞാൻ പറയാം, ഈ പ്രേമം എന്ന് പറഞ്ഞ പരിപാടി ഇപ്പൊ ഇഷ്ടംപോലെ ഉണ്ടല്ലേ, പ്രേമം അല്ലേ. ഈ എന്തുകൊണ്ടാണെന്നറിയാം ഈ പ്രേമമൊക്കെ വന്നു പോകുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് വന്നു പോകുന്നത്? നമുക്ക് ഒരാളെ കണ്ട്, എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കണല്ലേ, അപ്പൊ ആ ഒരാളെ കണ്ട്, പക്ഷെ അകത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളിങ്ങനെ അധികമായി ഉള്ളിലേക്ക് എടുക്കുകയും പിന്നെ ഇല്ലാത്ത സൗന്ദര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും, ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഒന്നുമില്ല, പക്ഷെ നമ്മുടെ അകത്ത് ചിന്തയിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഓഹോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവൻ മുടി കൊള്ളാം, വേണ്ട നിങ്ങൾ ഇനി വെറുതെ കഴിഞ്ഞാലേ നമ്മളെ കൊണ്ട് ഇതുപോലെ ഇവിടെയാണ് ഈ ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ വന്നു വിടുന്നത്, പ്രേമമൊക്കെ വന്ന് അവസരം വന്ന് വിടുന്നത്. അല്ലാതെ പോയി വിടുകയൊന്നുമല്ല. നമുക്കറിയാം അത് മോശമാണ്, അപ്പം തെറ്റുപറ്റിപ്പോയി ജീവിതം മുഴുവൻ നമ്മൾ വഹിക്കേണ്ടതാണ്. ആ കുരിശ് ശോഭൊക്കെ ഒക്കെ അറിയാം, നമ്മുടെ മുമ്പേ പോയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലോ ആ ചിന്തയിൽ, അതാ ഞാൻ പറഞ്ഞ ജഡത്തിനായി ചിന്തിക്കുമ്പോഴുണ്ടല്ലോ, ആ ചിന്തയൊക്കെ നമ്മളെ അറിയാതെ ഇപ്പം മദ്യപാനം, മറ്റ് ജഡത്തിലെ ദുശീലങ്ങളൊക്കെ നമുക്കറിയാം. ആഗ്രഹമില്ല, ധനനഷ്ടം, മാനഹാനി എന്നൊക്കെ പറഞ്ഞ പോലെ ഒക്കെ ഉണ്ട്. എന്നിട്ടും നമ്മൾ പോകുന്നു പലപ്പോഴും ചെയ്യില്ലേ. ഞാൻ നമ്മളെ കുറിച്ചല്ല, നോർമൽ വിശ്വാസത്തെക്കുറിച്ച് പറയുക. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന അതങ്ങനെ ജഡത്തിൻ്റെ ആ വലിവാണ്. ആ ചിന്തയിൽ അവൻ വരുമ്പോൾ തന്നെ, ഞാൻ ഈ ക്ലാസ്സൊക്കെ നമ്മൾ ഡെലിവറൻസ് ക്ലാസ്സിൽ എടുക്കും, നമ്മുടെ ചിന്തയിൽ വരുമ്പോൾ തന്നെ ക്രിസ്തുവിനുള്ള അനുസരണ നിമിത്തം വാക്യം പറ നിങ്ങൾ കൊരിന്ത്യലേഖനത്തിൽ നിന്ന് വാക്യം എന്താ? പിടിച്ചടക്കുക നമ്മൾ. അവിടെ അങ്ങനെയാണ് ഒരുവന്റെ ക്രിസ്ത്യ ജീവിതം വിശുദ്ധ ജീവിതമായി സൂക്ഷിക്കാൻ പോകുന്നത്. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ മോഹങ്ങൾ ജനിക്കുമാറായ ജഡത്തിനാൽ നമ്മൾ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ വലിച്ചുകൊണ്ടാൽ പോയിരിക്കും. 1 പറയുന്ന ആത്മാവിനോട് അല്ലെങ്കിൽ ജേഹിയോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലണം. നമുക്ക് ഇന്ന് പാവം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാവം ഏതാന്ന് ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല, ഞാൻ പാപം ചെയ്തു പോയി, അതാണ് പുള്ളിയുടെ പാവം. അത്രയൊക്കെ ഉള്ളൂ. കയ്യിരിപ്പോഴും വേറെ വലിയ നരകത്തിലേക്ക് പോകുന്ന പാവമാണ് കയ്യിലിരിക്കുക. എന്നാലും പറയും ചെറിയ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. ചെറിയ കാര്യങ്ങൾ പറയത്തില്ല, കാരണം അത്രമാത്രം ജഡം മുഴുത്തിരിക്കുക. ഞാൻ അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടമല്ലേ. ഞങ്ങൾ ഈ കൗൺസിലിൽ കയറുമ്പോൾ കാണുന്നതല്ലേ. കാരണം വലിയ നീതിമാൻ എന്ന് പറഞ്ഞാൽ വലിയ നീതിമാനാ, പുണ്യാളനായിട്ടിരിക്കുക. കാരണം ചെറിയ വിളിച്ചിട്ട് എടുത്തില്ല, അത് പാവമാണ്. പുള്ളിയുടെ മുമ്പിലെ ഏറ്റവും വലിയ പാവം അതാ. പക്ഷേ ജഡത്തിൽ മൂക്കും കുത്തി നിത്യജീവൻ പോലും നഷ്ടമായിരിക്കുന്ന ഇരിക്കുക, എന്നിട്ട് പോലും സ്വയം നീതീകരണം. ഞങ്ങൾക്ക് എത്ര പേരെന്നറിയാമോ നമ്മൾ ഈ കൗൺസിലിൽ വരുമ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്തത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ദേഹിയോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകുന്നേ മതിയാകത്തുള്ളൂ. നമുക്കറിയാൻ കഴിയും. ഈ ബൈബിൾ പഠിക്കുന്നതിന് എന്തിനാ? ദൈവഹിതം ഇല്ലാത്തതും ദൈവഹിതം എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ബൈബിൾ എന്തിനാണ് പഠിക്കുന്നത്. ബൈബിൾ പഠിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? എങ്ങനെ പറ്റും? ബൈബിൾ പഠിച്ചാൽ സ്വർഗത്തിൽ പോകും. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അംബേദ്കറൊക്കെ, മഹാത്മാഗാന്ധി ഒക്കെ, ഡോക്ടർ അംബേദ്കർ, മഹാത്മാഗാന്ധി ഒക്കെ വലിയ വലിയ പുണ്യാളന്മാരാ. ഈ ശ്രീബുദ്ധൻ പറഞ്ഞു, ഞാൻ ആ യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ആ തൃപ്പാദങ്ങൾ ഞാൻ കഴുകിയേനെ. അത്രയും വലിയ എന്താ പറയുക, യേശുവിനെ വിശ്വസിച്ച പുള്ളിക്കാർ, യേശുവിനെ എന്താ പറയുക സ്നേഹിച്ച വ്യക്തിയാണ് ശ്രീബുദ്ധനൊക്കെ. അംബേദ്കർ ഈ 2 ലക്ഷം വിശ്വാസികളുമായിട്ട് ഇന്ത്യയിൽ ഈ ക്രിസ്തു മതം സ്വീകരിക്കാൻ വേണ്ടി, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോഴാണ് മഹാത്മാഗാന്ധി ഇടപെട്ട് അതൊക്കെ തള്ളി വിട്ടുപോയത്. പുള്ളി തിരിച്ചുപോയി. അപ്പം ഇതൊക്കെ ഞാൻ പറയാം, ക്രിസ്തുവിനെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. ഞാൻ പറഞ്ഞത് വിട്ടുപോകുന്നതിന് ചിന്ത നിങ്ങൾ മാറിപ്പോകണ്ട. അപ്പോൾ വിട്ടുപോകുക. എഫേസ്യർ പഠിച്ചാൽ
നാം എല്ലാവരും മുമ്പേ അവന് ജഡമോഹങ്ങൾ നടന്നു, ജഡത്തിന് മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് ജീവിച്ച ആൾക്കാർ നമ്മളല്ല. പഴയ മനസ്സിൻ്റെ മനോവികാരങ്ങൾ എന്ന് പറയുക, മനസ്സിൻ്റെ വികാരങ്ങൾക്ക് ഒത്തവണ്ണം ജീവിച്ചവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഇതെല്ലാം വിട്ടുതിരിഞ്ഞ് നമുക്ക് മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത്. അല്പമായിട്ട് മാത്രമേ ജഡത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. റോമർ 8:13 എന്താ പറയുന്നത്? ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു, ജീവിക്കേണ്ടതിന്. അത് ജഡത്തിനല്ല, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കുക. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാ, പുതിയ നിയമത്തിൽ ഈ ഒരു വാക്യം എങ്കിലോ എന്ന് പറയുന്ന ഒരു വാക്യം ആവർത്തിച്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞേ മതിയോ. കാരണം ഒരു കണ്ടീഷൻ വെച്ചിട്ട് കർത്താവ് ഇതൊക്കെ പറയും. നമ്മൾ ഒരു കണ്ടീഷനുണ്ട്. വെറുതെ ഒന്നും കിട്ടത്തില്ല നമുക്ക്, അല്ലേ? വെറുതെ ഒന്നും ഈ ദൈവരാജ്യം അവകാശമാക്കുന്നതാണ്. അത് മാത്രമല്ല, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ പുസ്തകം പഠിക്കുമ്പോൾ, യോഹന്നാൻ 12:25 പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, എൻ്റെ ജീവൻ വേണോ, നിന്റെ ജീവൻ എനിക്കിതാ എന്നാ കർത്താവ് നമ്മോട് ചോദിക്കുന്നത്. അവിടെ എങ്കിലാന്നാ പറയുന്നത്. എൻ്റെ ജീവൻ വേണോ, ദൈവജീവൻ നിനക്ക് വേണോ, നിന്റെ ദേഹി ജീവൻ സുഖേ എനിക്ക് താ എന്ന് പറഞ്ഞ നിന്റെ മോഹങ്ങൾ, ജഡയിച്ചകളൊക്കെ എനിക്ക് വേണ്ടി കള, ഞാൻ എൻ്റെ ജീവൻ തരാം. അവിടെയും കണ്ടീഷനാ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു വിട്ടുന്നുള്ളൂ. അപ്പോൾ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണ്, ജഡത്തിലല്ല കടക്കാരായിരിക്കുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്ന എല്ലാവരും ദൈവത്തിന് മക്കളാകുന്നു എന്നത് വിവരിക്കാൻ പിരീഡപ്പോഴും ഞാൻ വിവരിച്ചോളാം അതിനെക്കുറിച്ചൊക്കെ. ഇവിടെ ഈ വാക്യം ISV വേർഷനിൽ യു കണ്ടിന്യൂലി പുട്ട് ടു ഡെത്ത്. നമ്മുടെ ജഡത്തെ ഒരു ദിവസം കൊണ്ടല്ലത്, ജഡത്തെ നിരന്തരമായി, എന്താ പറയല്ലേ, നിരന്തരമായി, അല്ലേ അല്ലേ ഓരോ ദിവസം നിരന്തരമായി, ഓരോ സെക്കൻഡ് നമ്മുടെ ജഡത്തെ കൊല്ലുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഓരോ സെക്കൻഡ്. അല്ലെങ്കിൽ എഫെസ്യർ 6 വാക്കുണ്ടല്ലോ, യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ദോഷമുണ്ട്, വേറൊരു വാക്കുണ്ട്. അന്ന് ദോഷമുണ്ട്, അത് വരെ കുറിച്ച് പറയുന്നത് വേറൊരു വാക്കുണ്ട്. ഓരോ സെക്കൻഡ് നമുക്ക് എന്താ പറയുക, യുദ്ധമുണ്ട്. ഓരോ സെക്കൻഡ് നമുക്ക് പിശാചിൽ നിന്ന്, അല്ലേ? ആണോ ഇല്ലയോ? ഉണ്ട്, നമ്മൾ അറിയാത്തതുകൊണ്ട് അതൊക്കെ. ഓരോ ദിവസവും നമുക്ക് ആ യുദ്ധമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസം അത് യു കണ്ടിന്യൂലി പുട്ട് ടു ഡെത്ത്. നമ്മുടെ ജഡത്തെ ഓരോ ദിവസം നമ്മുടെ ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങളെ ക്രൂശിലേക്ക് ഇടുക, അവ നല്ല വാക്ക്, അല്ലേ? അല്ലെങ്കിൽ കൊല്ലുക, ഇല്ലെങ്കിൽ മരിപ്പിക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക, ഇല്ലെങ്കിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വെറുത്തുപേക്ഷിക്കുക, എത്ര വാക്കുക. ഇതെല്ലാം കണ്ടിന്യൂലി പുട്ട് ടു ഡെത്ത്, മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇവിടുത്തെ വാക്ക് മരണത്തിലേക്ക് എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ ജഡമോഹങ്ങളെ, അല്ലേ, മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതൊരു ദിവസമല്ല, കണ്ടിന്യൂലി ദിവസം തോറും ജഡം പൊങ്ങുമ്പോൾ ഓരോ സെക്കൻഡ് ചെയ്യേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ ആ മോഹം ഞാൻ ചിന്തിക്കും, ഒരാഗ്രഹം പൊങ്ങി, അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ടല്ലോ, എനിക്ക് വണ്ടി പ്രാന്തനാണ്. എനിക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ കുറച്ച് വണ്ടി പ്രാന്തനാ. പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ ആ വണ്ടിയുടെ പുറകെ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടയർ കൊള്ളാലോ, ചിന്തിക്കുക, ടയർ കൊള്ളാം, അല്ലേ? ക്ലച്ചിൻ്റെ ഭാഗം കൊള്ളാലോ, സൈഡ് കൊള്ളാലോ. ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ മനസ്സിലിട്ടിങ്ങനെ നമ്മളിൽ മോഹിപ്പിക്കുക. ഈ മോഹം അവസാനം നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. അവസാനം നമ്മളെ കൊണ്ട് പോകും. ഇത് തന്നെ വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടിന്യൂലി പുട്ട് ടു ഡെത്ത്, മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക നമ്മളെ മോഹങ്ങളെ. ഇപ്പോൾ മോഹം വരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എൻ്റെ സ്വഭാവത്തിൽ അല്പമൊക്കെ ഉണ്ട്. പക്ഷെ എന്തറിയാമോ, അപ്പം തന്നെ വണ്ടി ഇപ്പത്തൂടെ എടുത്ത് നേരെ കയറ്റി അങ്ങ് എടുത്തിട്ട് പോകും. ഇല്ലെങ്കിൽ എന്നെ അറിയാം, അല്ലേ? എനിക്ക് എന്നെ നല്ലോണം അറിയാം. നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. എനിക്കറിയാം എവിടെയൊക്കെ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ സൗഖ്യമായിട്ടില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇത് അറിയേണ്ടത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഇത് വേറെ ക്ലാസ്സാണ്. കാരണം നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് നമ്മൾ എവിടെയൊക്കെയാണ് ബലഹീനത നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ പാപത്തിന് ഒരിക്കലും പുറത്തു വരത്തില്ല. അറിഞ്ഞാൽ നമ്മളവിടെ മുൻകരുതൽ എടുത്തിരിക്കും. അവൻ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കും, വെറുത്ത് കളഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആ പാപത്തിൽ വീണിരിക്കും. ഒരു ഭക്തന്റെ ജീവിതം അതാണ്. അവൻ്റെ പാപത്തെക്കുറിച്ച്, അവൻ്റെ ബലഹീനതയെക്കുറിച്ച് അവൻ നല്ല ബോധവാനായിരിക്കണം. ബോധമുണ്ടോ ഇപ്പോൾ? എന്നാ ബോധമാണല്ലേ നമുക്ക്? ബോധം പണ്ടേ ബോധമേ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കുറവുകളെ, നമ്മുടെ ബലഹീനത. അതുകൊണ്ട് നിങ്ങൾക്ക് കാർഗിൽ നോക്കി, കാർഗിൽ ഇന്ത്യയുടെ ഏറ്റവും സെൻസിറ്റീവ് മേഖല. കാർഗിൽ അവിടെ ഇന്ത്യയുടെ 60% സമ്പത്തും വെറുതെ പടക്കം പൊട്ടിച്ച് കളയുക. അവിടെ വെറുതെ പടക്കം പൊട്ടിച്ച് കളയുക. പട്ടാളക്കാർ പോയിട്ട് കാർഗിൽ പോയി ബോംബൊക്കെ ഉണ്ടാക്കി അവിടെ വെറുതെ പടക്കം. എത്ര 60%, ഇന്ത്യയുടെ 60%, 60% പൈസ വെറുതെ ബോംബ് പൊട്ടിച്ച് കളയുക. കാരണം അറിയാമോ, അതിലൂടെ ആർക്കും ശത്രുക്കൾക്ക് പെട്ടെന്ന് അകത്ത് കടക്കാൻ കഴിയും ഇന്ത്യയിലേക്ക്.
അതുകൊണ്ട് എല്ലാ പട്ടാളക്കാരെയും എപ്പോഴും ആ മേഖലയിൽ എന്ത് ചെയ്യാന്നറിയാം, വിന്യസിച്ചിരിക്കുക. ശത്രുക്കൾക്ക് അകത്തെ കടക്കാതിരിപ്പാൻ. അതുകൊണ്ടാണ് നമ്മളവിടെ സൂചിച്ചിരിക്കുന്നത്. അകത്തെ കടന്നു വരുന്നത് നമ്മൾ ഇവിടെ ഇരിക്കുമോ? 2 കേരളത്തിലേക്ക് ഇറങ്ങിയാൽ മതി. കൊച്ചിക്ക് 2-3 ആൾക്കാർ വന്നാൽ മതി, ടെററിസ്റ്റുകൾ. ഇത് NIB അല്ലാതെ പറയില്ലേ, ISI മറ്റേ പുള്ളിക്കാരന്മാര് 2 ഇറങ്ങിയാൽ മതി, നമ്മുടെ മനസ്സമാധാനം പോകില്ലേ? പിന്നെ അതിനേക്കാൾ എന്താണ് ISS, അതിനേക്കാൾ ISS ഒക്കെ വീട്ടിലുള്ളതല്ലേ ഇപ്പം? അതല്ല ഉദ്ദേശിച്ചത് നിങ്ങളിപ്പം. അപ്പം എന്തുമാകട്ടെ, ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ പടങ്ങൾ. അപ്പം അവർക്ക് ഇന്ത്യക്ക് അറിയാം, ഇതുപോലെ സൂക്ഷിച്ചാൽ മാത്രമേ അവിടെ ഇന്ത്യയെ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഏത് നിമിഷവും ശത്രുക്കളകത്ത് കടക്കാൻ കഴിയുന്നുണ്ട്, നമ്മളെ കൊന്നുകളയും. ഇതുപോലെ എത്ര തീയമ്പേറ്റ് നമ്മൾ Efesiയർ 6 പറയുന്ന പോലെ ശത്രുവിൻ്റെ തീയമ്പേറ്റിട്ട് എത്ര പേരെന്നറിയാമോ കത്തിപ്പടന്ന് അവസാനം നമ്മൾ കിടക്കുന്നത്? അല്ലേ? ജഡചിന്തകൾ, ജഡമോഹങ്ങളൊക്കെ സാത്താൻ കൊണ്ട് അകത്തേക്ക് ഇട്ടിട്ട് അത് ചിന്തിച്ച് അവസാനം പൊക്കിയെടുത്ത് നമ്മളിങ്ങനെ അവസാനം അതിനടിമപ്പെട്ട് എത്രയോ ആൾക്കാരെന്നറിയാമോ. അപ്പം അതുകൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ മരണത്തിലേക്ക് എപ്പോഴും ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പഠിക്കാൻ പറയുന്നത്. ഇത് ഒരു ചിന്ത പൊങ്ങി വരുമ്പോൾ ദൈവഹിതമല്ല, നമുക്കറിയാൻ കഴിയും അല്ലേ? അപ്പത്തെ നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ടു ഡെത്ത്, മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക നമ്മൾ അവനെ. അതുപോലെ ഓരോ ജഡയിച്ചകളെയും ഒരു ദിവസം അത് ചെയ്യാൻ തുടങ്ങും. പിന്നെ പണിക്ക് പോകുന്ന നേരം ഉണ്ടാവില്ല, ഇട്ടുള്ള കാര്യം പറയാം. പണിക്ക് പോകും, കാരണം അത്രക്കധികം സാധനങ്ങൾ അകത്ത് കിടക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഒരിക്കലും ഡെലിവറൻസ് ക്ലാസ്സിൽ ഒരു ബ്രദർ പറഞ്ഞ, പാസ്റ്റർ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇനി പണിക്ക് പോകുന്ന നേരം ഉണ്ടാവില്ല, ഇതിനെ കൊല്ലാനേ നേരം ഉണ്ടാവുള്ളൂ. ശരി തന്നെയാണ്. അതുകൊണ്ടാണ് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, നിന്നെ കുടിപ്പാനും ഉടുപ്പാനും ഉണ്ണാനുള്ളൊക്കെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞത്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. ഗ്രഹിച്ചോ ഇല്ലയോ? ഓക്കെ, എന്തുമാവട്ടെ, നമുക്ക് ക്ലാസ് ഇതിന് ജഡമോഹം ഇവിടെ അവസാനിപ്പിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് പോകാം. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും, നിശ്ചയം. ഒരല്പമായിട്ട് ഞാൻ ഇങ്ങോട്ട് സംസാരിച്ചായിരുന്നു മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് വരെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ആത്മാവിനാൽ നമുക്ക് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ കഴിയും, ദൈവാത്മാവിനാൽ മാത്രം. ദൈവാത്മാവ് ഇടപെടുന്ന മുഴുവനും വചനത്തിൽ കൂടി മാത്രമേ ആയിരിക്കത്തുള്ളൂ. നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോകുന്നത് കൺമോഹമാണ്. നമുക്കൊന്നും ഇല്ലാത്ത അല്ലേ, നമുക്ക് ആർക്കും ഇല്ലാത്ത ജഡം. പിന്നെയും നമുക്ക് ഇത് കൺമോഹം, നമുക്ക് ആർക്കും ഇല്ലാത്ത കൺമോഹമാണ്. ഏറ്റവും അധികം പിശാച് ഒരു വിശ്വാസിനെ ചതിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു തന്ത്രമാണ് കൺമോഹം. അത് നമ്മുടെ ആഗ്രഹത്തിൽ നിന്ന് അത്യാഗ്രഹത്തിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടുപോകും ഇല്ലേ? നമ്മൾ അത്യാഗ്രഹത്തെ മാറ്റിക്കളത് ഒരു വല്ലാത്തൊരു ആസക്തിയാണ്. ഒരു ആസക്തിയിലേക്ക് നമ്മളെ കയറ്റിക്കൊണ്ടു പോവുകയാണ്, ആഗ്രഹത്തേക്ക് ആസക്തിയാക്കി മാറ്റുകയാണ്. ചിലക്ക് നോട്ടം കണ്ടല്ലേ ഇതില്. ചില ആൾക്കാർ പണ്ട് പറയാറില്ലേ, ഇന്ന് തുറിച്ചു നോക്കാന്നൊക്കെ പറയില്ലേ? വേറൊരു വാക്ക് പറയുമല്ലോ പണ്ടൊക്കെ ആൾക്കാർ, ഞാൻ മറന്നുപോയി. സ്കെച്ച് ഇടുന്നൊക്കെ പറയുന്നത് അല്ലേ? നമ്മൾ നോക്കി നീ എന്നുള്ള എന്നെ സ്കെച്ച് ഇടുന്നൊക്കെ പറയാറില്ലേ? പണ്ട് സ്കൂളിൽ പറയുന്ന വാക്കാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഞങ്ങളൊക്കെ ഒരുപാട് കേട്ടതാ അല്ലേ? അപ്പൊ ഇതുപോലെ പക്ഷേ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും, ആത്മമണ്ഡലത്തിൽ ഇത് പ്രതിവിധികളുമുണ്ട്. നമ്മൾ ഒരു വ്യക്തി തുറച്ചു നോക്കിയാൽ അത് ഒട്ട് സമയപരിധിക്കുള്ളിൽ ആ വ്യക്തി നമ്മെ നോക്കിയിരിക്കും. നമുക്കറിയാം, അതൊക്കെ ദൈവത്തിൻ്റെ പല ഇതുണ്ട്. ഞാൻ വിട്ടുപോകുക, അതിനെക്കുറിച്ച് എടുക്കുന്നില്ല. എന്തുമാകട്ടെ, നമുക്ക് കൺമോഹത്തെക്കുറിച്ച് മാത്രം നമുക്ക് ജസ്റ്റ് തുടങ്ങിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. നമ്മുടെ സമയം മുന്നോട്ട് കടന്നു പോകുകയാണ്. അത് ഒരു വാക്യം വായിച്ചു, സങ്കീർത്തനം 119:37. അവിടെ തന്നെ എനിക്ക് വായിച്ചോ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം. അപ്പോൾ വ്യാജം എന്ന് പറയുന്ന സാധനം എവിടെയുണ്ട്? ഇവിടെയുണ്ട്. നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്ന വ്യാജമുണ്ട്, അദൃശ്യമായ വ്യാജമുണ്ട്, വിട്ടുപോകുന്നു. അപ്പോൾ വ്യാജത്തെ നോക്കാതെ വേണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴിയിൽ അതിനെ ജീവിപ്പിക്കണമേ. എന്ന് വെച്ചാൽ ആ കണ്ണുകൾ പോകുന്നത് വ്യാജമായ ജഡത്തിന് അല്ലെങ്കിൽ കൺമോഹത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ തെറ്റിച്ചിട്ട് വഴിവെട്ടി എൻ്റെ കണ്ണുകളെ സൂക്ഷിക്കണമേ എന്നാണ് ആ സംഘത്തക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? അതിനും ഇത് പറയാൻ ഈ സംഘത്തക്കാരൻ എഴുതണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നു കാണുമായിരിക്കും. കാരണം നമുക്കറിയാൻ കഴിയും, ഇവിടെ ഇപ്പോൾ ഗ്രീക്കുകാരൊക്കെ അവിടെ എഴുതിച്ചിട്ടുണ്ട്. റോമാക്കാരും ഗ്രീക്കുകാരൊക്കെ വലിയ പുള്ളികളാണ്. അവർ മാത്രമല്ല, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പൊക്കെ ഞാൻ കിം എന്നൊക്കെ പറഞ്ഞൊരു ഒരു രാജാവ് ഭരിക്കുന്ന സ്ഥലത്തിന് പേരെന്താ? ഉത്തര കൊറിയ, സൗത്ത് കൊറിയ, കിം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെ ഞാൻ പഠിച്ച കൂട്ടത്തിൽ ആ കിങ്ങിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ലോകത്തിൽ ഇതുപോലൊരു എന്താ പറയുക, സുഖിക്കുന്നൊരു മനുഷ്യൻ വേറെയില്ല, അത്രയ്ക്കധികം.
കണ്ണിൽ ആഗ്രഹിക്കുന്നത് മുഴുവനും അത് വാങ്ങിക്കൂട്ടുന്നൊരു മനുഷ്യൻ. ലോകത്ത് അങ്ങനത്തെ ഒരു മനുഷ്യനെന്ന് അവിടെ പറയുന്നത്. ഇപ്പം നമുക്ക് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒരു പേടിയായി പോയി. ആ നാട്ടിലൊക്കെ ജനിക്കാതിരുന്ന ദൈവത്തിന് സ്തോത്രം. വല്ലാത്ത പ്രകൃതം. കാരണം കൊല്ലാനും ഒരു മടിയില്ല, മനുഷ്യരെ ജീവിക്കുന്നു അല്ലേ. അപ്പോൾ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഗ്രീക്കുകാരും ഈ ഗ്രീക്കും റോമക്കാരൊക്കെ നമുക്ക് ഇന്ന് ലോകത്തിൽ കാണുന്ന കളികളുണ്ടല്ലോ, ഏഷ്യാഡ്, പിന്നെ എന്തൊക്കെയാ ഒളിമ്പിക്സ് അല്ലേ, 2020 ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഇന്ന് എന്താണെന്ന്, ആർക്കും അറിയത്തില്ല അല്ലേ ഇന്ന്. അപ്പോൾ ഇത് സെമിയാണെന്നല്ലോ, ഇത് സെമിയാണല്ലേ, കറക്റ്റാ. എന്തുവാകട്ടെ, ഇതൊക്കെ എന്തിനാ വന്നത് നോക്കിയേ. കളികളും സ്പോർട്സും ഈ ഏഷ്യാഡ് പിന്നെന്തൊക്കെയാ ഒളിമ്പിക്സ് ഒക്കെ എന്തിനാ ഇതൊക്കെ ഒന്നെന്നറിയാമോ? ഇത് കണ്ണുകളെ ഇമ്പമണിയിക്കുവാൻ, കണ്ണുകളുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആ തലമുറയിൽ തുടങ്ങി വെച്ചതല്ല. ഞാൻ പറഞ്ഞ മനസ്സാവണം നിനക്ക്. നമ്മുടെ ഈ ക്രിക്കറ്റ് കളിക്കാൻ ഈ പണ്ടൊക്കെ 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെയാ നമുക്ക് ഈ ഇത്രയും മണിക്കൂറൊക്കെ ഇരിക്കും പണ്ടൊക്കെ. എന്തിനു വേണ്ടിയാ? ഈ കണ്ണുകൾക്ക് എന്താ പറയുക, ആ തൃപ്തി വരുത്താൻ വേണ്ടിയാ. അങ്ങനെയല്ലേ നിങ്ങളൊക്കെ പുണ്യാളന്മാർ, അതുകൊണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ റോമക്കാർ ഗ്രീക്കുകാരായിട്ട് ആരുമാകട്ടെ ഇതുപോലെ ഇപ്പൊ നോക്കിയേ, ഫേസ്ബുക്ക്, വാട്സപ്പ്. രാവിലെ ഞങ്ങളൊക്കെ വർഷങ്ങളോളം എൻ്റെ ട്രാൻസ്ലേറ്റർമാരെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ എത്രയോ വർഷങ്ങളോളം ഞങ്ങളുടെ കൂടെ വരുമ്പോൾ രാവിലെ 5:30 ഞങ്ങൾക്ക് പ്രയറുണ്ട്, മസ്റ്റായിട്ട് എഴുതിയിട്ടിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മൊബൈൽ നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുന്ന ആൾക്കാർ എനിക്കും അറിയാം. പക്ഷെ എത്ര പറഞ്ഞിട്ടും അനുസരിക്കാത്തതല്ല, അവർക്ക് പറ്റുന്നില്ല. ആ കണ്ണിൻ്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്നും രാവിലെ എന്നിട്ട് പറയും സോറി പാസ്റ്റർ എന്ന് പറയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുന്നത്. പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുക എത്രയോ വർഷങ്ങളാണെന്നറിയാമോ. ഞങ്ങൾ ഈ പല ഭാഗത്ത് പോകുമ്പോൾ രാവിലെ 5 മണിക്കൊക്കെ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അവരും എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് പോലും അവരുടെ കണ്ണുകളെ മോഹങ്ങളെ പിടിച്ചടക്കാൻ കഴിയുന്നില്ല. അവർ പറയുന്നുണ്ട് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഫേസ്ബുക്ക് പിന്നെ എന്തൊക്കെയാ എല്ലാ കാര്യങ്ങളും. ഇന്ന് കുഞ്ഞുങ്ങൾ നോക്കുക, നമ്മൾ തന്നെ നോക്ക്, എടുക്കാൻ പറ്റുന്നില്ല കണ്ണ്. വെറുതെ ഇരുന്ന അപ്പം തന്നെ നമ്മുടെ നമ്മുടെ കൈ എങ്ങടാ പോകുന്നത്? മൊബൈലിലേക്ക്. ആരും എടുത്തോ, നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പറയും, പക്ഷെ നമ്മളെടുത്ത് നോക്കിയോ? സത്യമേ ഞാൻ പറയുന്നത്. ഇന്ന് കുഞ്ഞു കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അതുങ്ങൾക്ക് പോക്കിമാനും മറ്റേത് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കണം. കണ്ണുകൾ എന്താ പറയുക, വശീകരിക്കപ്പെട്ടു പോയി. ഞാൻ ഇതിന് പിന്നീട് പറയും, ഇതിനകത്ത് ദുരാത്മാക്കളാ. ഹല്ലേലൂയ, അത്രമാത്രം സ്വാധീനം വന്നു കഴിഞ്ഞു ഈ കൺമുഴക്കത്തിൽ നിന്ന്. ഞാൻ പറയും, ഒരു ദിവസം മൊബൈൽ മാറ്റിയേക്കാൻ പറഞ്ഞാൽ പറ്റില്ല. ചില കുട്ടികൾ മൊബൈൽ തട്ടിപ്പറിച്ച കരഞ്ഞ് അവിടെ കിടന്ന് ഇടിയുണ്ടായി കളയും. അവൻ കുഞ്ഞായത് കൊണ്ടാ. അവൻ വലിയവനാണെങ്കിൽ ഉണ്ടല്ലോ, കത്തിയെടുത്ത് അച്ഛൻ്റെ പള്ള കുത്തിയവൻ. കുഞ്ഞായത് കൊണ്ട് അവൻ എടുക്കാതിരിക്കുന്നത്, ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് അവനൊരു 6 അടി പൊക്കവും ഇത്രയുള്ള 2 വയസ്സ് പ്രായമുള്ള അവൻ 6 അടി പൊക്കം 50 കിലോ 70 കിലോ തൂക്കം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ അപ്പനും അമ്മയും ആ മൊബൈൽ പഠിക്കുമ്പോൾ അവനെ എടുത്ത് പള്ളക്കിടി ഇട്ടിരിക്കും നമുക്ക്. കാരണം അത് കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് പിടിച്ച് കരഞ്ചി മേടിക്കുന്നത്. അത്രമാത്രം സ്വാധീനം ഫേസ്ബുക്ക്, അതുപോലെ എന്തൊക്കെയാ ഇൻസ്റ്റാഗ്രാം, പറ്റുബുക്കില്ല, എല്ലാ ബുക്കുകളും അടിമപ്പെട്ടു പോകുകയാണ് നമ്മളൊക്കെ. കൺമോഹം, സാത്താൻ നമ്മളെ, പ്രത്യേകിച്ച് നമ്മളെ വിശ്വാസികളെ കുറിച്ച് ഞാൻ പറയുന്നത്, വിശ്വാസികളെ അഡിക്റ്റായിക്കൊണ്ടിരിക്കുക. അതിനെ നമ്മൾ അതിലേക്ക് എന്താ പറയുക, താഴ്ത്തി വെച്ചിരിക്കുക കൊണ്ടുപോയി. അതിനെന്താ പറയുക, വേറെ വാക്കുറയില്ലോ, മദ്യപാനം എന്താ പറയുക, അഡിക്ഷൻ, ആസക്തി. അതിലെ ആസക്തിയിൽ കൊണ്ടുപോയിരിക്കുക നമ്മൾ പോലും വിചാരിച്ചാൽ പോലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഒരു ദിവസമൊക്കെ മൊബൈൽ മാറ്റി വെച്ച് നോക്കിയേ. നാം നമ്മളെ തന്നെ പരിശോധിക്കുക. ആദ്യം നമ്മെ പരിശോധിക്കുക. ഒരു ദിവസമെങ്കിലും മൊബൈൽ എടുക്കാതെ നോക്കിയേ. ഇപ്പം ഞാൻ പറയാം, റോഡ് സൈഡിൽ നിൽക്കുക, ഒരാൾ വരാൻ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. ആദ്യം മൊബൈൽ എടുത്തിട്ട് നമ്മൾ എങ്ങനെ നോക്കുന്നത്? വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ അല്ലേ. അന്ന് മൊബൈലുണ്ട് കൈ. പാസ്റ്റർ പറഞ്ഞ 5 അധ്യായം വായിക്കണം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അവർ വരുന്നവരെ 1 അധ്യായം വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ചിന്തിക്കും. എല്ലാ സുഖങ്ങളും കണ്ടു കഴിഞ്ഞ് ഇനി ഒന്നും ബാക്കിയില്ല അല്ലേ. ഫേസ്ബുക്കിൽ പുതിയ ഒന്നും ആരും ഇട്ടിട്ടില്ല അല്ലേ. ഇല്ലാത്തത് കൊണ്ട് അവസാനം നമ്മളെങ്ങോട്ട് പോകുന്ന അറിയാമോ? ഇതിലേക്ക് പോകും, ബൈബിൾ എടുക്കും. ഞാൻ തമാശ പറഞ്ഞതല്ല, ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നോക്കിക്കോ, ആദ്യം എടുക്കുന്നത് ഈ ഫേസ്ബുക്കും മറ്റുമൊക്കെ ആയിരിക്കുള്ളൂ. എന്നിട്ട് പുതിയതൊന്നുമില്ല, കണ്ണിനൊക്കെ തൃപ്തിയോ. പണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാ, ഇത് സുഖമില്ല എന്ന് വന്ന് വഴിയുമ്പോൾ മാത്രമേ നമ്മൾ ബൈബിൾ തുറക്കത്തുള്ളൂ. മൊബൈലിലെ ബൈബിള് ചെക്ക്. ഇതൊക്കെ പഠിക്കുന്നത്, നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് നാളെ നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയാ. എൻ്റെ ഹൃദയം എത്രമാത്രം, എൻ്റെ കൺമോഹത്തിൽ എത്രമാത്രം ഞാൻ അഡിക്റ്റാണ്. ഓരോ ദിവസം നിങ്ങൾ പരിശോധിക്കുക. നമ്മളെ പരിശോധിക്കുക ആദ്യം.
അത് നമ്മളെ പരിശോധിച്ചിട്ട് നമുക്ക് മറ്റുള്ളവർ പരിശോധിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പോലും പറ്റത്തില്ല. നമുക്ക് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് കൺമോഹം എന്ന് പറയുന്ന ഈ മഹാവിപത്ത നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ലോകത്തിലുള്ളതെന്ന് പറഞ്ഞ ജഡമോഹം കൺമോഹം ജീവിതത്തിലെ പ്രതാപം ലോകത്തിലുള്ളതാണ്. ഇതിലൂടെയാണ് പിശാച് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ടി വി ആയിരുന്നു അല്ലേ? പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നു ടി വി, പണ്ടൊക്കെ ചെറുപ്പകാലത്തേക്ക് ടി വി വെച്ചാൽ ഒരു ഏഷ്യാനെറ്റ് ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൺഡേ ആണെങ്കിൽ പിന്നെ എന്തൊക്കെ സൂര്യ ടി വി പോക്കി അവിടുത്തെ അല്ലേ ഇവിടെ പരസ്യം വരുമ്പോൾ അവിടെ കയറി കാണും. ഇപ്പോഴത്തെ കാര്യമില്ല, പഴയ ജീവിതം പറയുന്നത് അല്ലേ. ഏഷ്യാനെറ്റിന്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പരസ്യം വരുമ്പോൾ അപ്പുറത്തേക്ക് ചാടിപ്പോ. പഴയ ഓർക്കുക ഏതൊക്കെയാണ് നമ്മുടെ ജീവിതം. ഇപ്പൊ ഓർമ്മ വരുന്നത് അറിയാതെ മാറി പോകുകയാ. ആണോ ഇല്ലയോ? ഈ സ്വാധീനങ്ങളൊക്കെ നമ്മുടെ അകത്തില്ലേ? അതിന്റെ പരിണത ഫലങ്ങളില്ലേ? അതാണ് ഒരു സമയപരിധി കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ കൈവിടുമ്പോൾ അത് ദുരാത്മാക്കളകത്തേക്ക് നമ്മുടെ അകത്ത് കയറും. രക്ഷിക്കപ്പോൾ ഇതെല്ലാം നമുക്ക് സൗഖ്യം തരിക, ഇതെല്ലാത്തിൽ നിന്നും സൗഖ്യം നമുക്ക് തരികയാണ്. പക്ഷെ അതിൻ്റെ പരിണത ഫലങ്ങൾ നമ്മുടെ അകത്തുള്ളത് കൊണ്ട് അറിയാതെ വീണ്ടും അതിൽ രസിക്കാൻ തുടങ്ങുമ്പോൾ ആ പാപത്തിൽ എന്താ പറയില്ലേ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ കണ്ടിന്യൂലി, നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണത്, തുടർമാനമായി ആ പാപത്തിൽ രസിച്ചാൽ, തുടർമാനമായി 1 വീണുപോയി, 2 വീണുപോയി അല്ലേ, 5 വീണുപോയി എന്ന് പറഞ്ഞ് ചെയ്യാനുള്ള അനുവാദം അല്ലേ ഞാൻ പറയുന്നത്. എന്നിട്ടും അതിൽ രസിച്ച് അത് പാവമല്ല ഏറ്റു പറയുന്നില്ലാതെ ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവിൻ്റെ സംരക്ഷണകരം നമ്മിൽ നിന്ന് മാറിപ്പോകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ, അത് നമ്മുടെ ദേഹിയിൽ നിന്ന് ആത്മാവിലേക്ക് പിന്തിരിയുമ്പോഴാണ് ദുരാത്മാക്കൾക്ക് എൻട്രി കിട്ടുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണുകളെ പിടിച്ചടക്കാൻ കഴിയാതിരിക്കുന്നത് നോക്കിക്കോ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കി. ഇപ്പോൾ യോബ് പറഞ്ഞില്ലേ, ഒരു കന്യകയെ അല്ലേ, അത് യോബിന്റെ ഭാഷ. നമ്മളാണെങ്കിൽ ഒരു കിളിയെ നോക്കാന്നൊക്കെ വേണം. നമ്മുടെ ഭാഷ, നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ അല്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെയൊക്കെ അല്ലേ, ഞാൻ കണ്ണുകളെ ഉടമ്പടി വെച്ചിരിക്കുന്നു. ഇത് എത്ര മാത്രം പ്രാധാന്യമാണെന്ന് അറിയാം. എന്നിട്ടും ആ കണ്ണുകളൊക്കെ പലപ്പോഴും അതിലേക്ക് പോകുന്നുവെങ്കിൽ അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതിലുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കഴിയുമെങ്കിൽ അല്പമായി പിന്നീട് ചിന്തിക്കാം. നമ്മുടെ സമയം മുന്നോട്ട് കടന്നു പോകുന്നു. അപ്പം അതുകൊണ്ട് കൺമോഹം ഇവിടെ ഉണ്ട്. ആ വാക്യം എടുത്തേക്ക്, യോബിന്റെ 31 വാക്യം. ഞാൻ എൻ്റെ കണ്ണുകളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവശക്തൻ തരുന്ന അവകാശവും കരിക്കും. അവകാശം ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ക്രിസ്ത്യ ജീവിതം, ഇതുപോലത്തെ ഒരു ജീവിതം പണ്ട് ഭക്തന്മാർ ചെയ്ത ജീവിതമാണ് അല്ലേ. എന്തുകൊണ്ടെന്നറിയാമോ? അവർക്ക് ആഗ്രഹമുണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി കാത്തിരുന്നു. മരണാന്തര ജീവിതത്തെക്കുറിച്ച് ഏറ്റവും അധികം എഴുതിയ പുസ്തകം ഉണ്ടെങ്കിൽ അത് യോബിന്റെ പുസ്തകമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് യോബിന്റെ പുസ്തകം. മരണാന്തര ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകം അല്ലേ. എൻ്റെ പ്രാണൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട് യോബൊക്കെ. അപ്പൊ അത്രമാത്രം പ്രത്യാശയുള്ള മനുഷ്യനായ ആര്? യോബ്. 15 വർഷം ആ ചരണിക്കൊണ്ട് ജീവിച്ചത്. ഭാര്യ പറഞ്ഞ് തള്ളിക്കളഞ്ഞ് പണിക്കുമ്പോൾ ഇലക്ട്രിക്കൽ പണിക്കുമ്പോൾ, കൂലിപ്പണിക്ക് പോലെ, പെയിന്റ് പണിക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇല്ലടി ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല, നീ പൊട്ടിപ്പെട്ടെന്നൊക്കെ വിളിച്ചു. ഒരു ദിവസമല്ല പുള്ളി ആ രോഗമായി കിടന്നത്. 2 ദിവസമല്ല, 2 മാസമല്ല, 2 വർഷമല്ല, 14-15 വർഷമാണ് ആ മനുഷ്യൻ ആ രോഗത്തിൽ ചിരണ്ടിക്കൊണ്ടിരുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ അല്ലേ, ഡെലിവറി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വേറെ പണിക്ക് പോകേനെ. പക്ഷെ ആ 15 വർഷം ജീവിച്ചത് അകത്ത് വന്ന പ്രത്യാശയൊക്കെ ഉണ്ട്. മരണാന്ത ജീവിതത്തെക്കുറിച്ചൊക്കെ എത്രമാത്രം വെളിപ്പാടെന്നറിയുമോ ആ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? കാരണം അതുകൊണ്ട് ആ വ്യക്തിക്ക് മാത്രമേ ഇങ്ങനത്തെ വാക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഞാൻ കണ്ണുകളുമായി നിയമം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കണ്ണുകൾ പാപത്തിലേക്ക് പോകുവാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്കിതിൽ ജയിക്കാൻ കഴിയത്തുള്ളൂ. അത് വേറെ കാര്യം, ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കും. എന്തുമാകട്ടെ, നമ്മുടെ കൺമോഹത്തെക്കുറിച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാം, അല്പം കൂടി ചിന്തിക്കാം. ഓക്കെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എത്രയൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ഗ്രഹിച്ചോ? ജഡമോഹത്തെക്കുറിച്ചാണെങ്കിലും കൺമോഹത്തെക്കുറിച്ചാണെങ്കിലും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക. ഞാൻ പറയാം, പരിശോധിക്കുക നമ്മുടെ ജീവിതത്തിൽ. ഇന്നിപ്പോൾ നാളെ വീട്ടിൽ ചെല്ലുമ്പോൾ പരിശോധിക്കുക. ഇപ്പോൾ വീട്ടിൽ ആദ്യം നമ്മുടെ മൊബൈലിൽ തുടങ്ങാം നമുക്ക് അല്ലേ. നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ മൊബൈലെടുത്താൽ എന്ത് ചെയ്യുന്നു ആദ്യം അല്ലേ? എൻ്റെ എത്ര സമയം ഒരു ദിവസം മൊബൈലിൽ ഞാൻ ചിലവഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് നോക്ക്. ഓരോ കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണ് വളർച്ച ഉണ്ടാകുന്നത്, നമ്മളെങ്ങനെയാണ് ആത്മാവിൽ വളരുന്നത്. നമ്മുടെ ജീവിതം പരിശോധിക്കണം. എൻ്റെ സമയം ഒരു ദിവസം എത്ര സമയം ഞാൻ ഈ മൊബൈലിന് വേണ്ടി കളയുന്നുണ്ട്, എത്ര സമയം ഞാൻ അല്ലേ ജോലിക്ക് വേണ്ടി കളയുന്നുണ്ട്, എത്ര സമയം ഞാൻ ബൈബിൾ വായിക്കാൻ സമയം എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതം കണക്ക് നോക്കണം. ഈ എന്താ പറയുക, മോശ പറഞ്ഞതുപോലെ തൂക്കി നോക്കണം നമ്മൾ.
വായിച്ചിട്ടില്ലേ? യോശ പറയുന്നില്ലേ, താൽക്കാലിക മിസ്രൈമിലെ താൽക്കാലിക ഭോഗത്തെക്കാൾ അല്ലെ സമ്പത്തിനേക്കാൾ ഈ ദൈവമക്കളോട് കൂടിയുള്ള കഷ്ടം തിരഞ്ഞെടുത്ത് താൽക്കാലിക അല്ലെ. നമുക്ക് തിരിഞ്ഞ് നോക്കണം, നമ്മൾ തൂക്കി നോക്കണം. ഈ ആയുസോടെ നമുക്ക് സമ്പത്തൊക്കെ പേരും ഒക്കെ കിട്ടും, നമുക്ക് പക്ഷെ സുഖവും കിട്ടും, പക്ഷേ നിത്യജീവൻ നഷ്ടമാകാനിടയുണ്ട്. അപ്പോൾ എന്തും നമുക്ക് തൂക്കി നോക്കുന്ന, നിത്യതയുമായി തൂക്കി നോക്കുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം. നാളെ വീട്ടിൽ പോയിട്ട് കൺമോഹമൊക്കെ ഉണ്ടോ, ഇല്ലെങ്കിൽ സ്തോത്രം, ദൈവത്തിന് നന്ദി, ദൈവത്തിന് നന്ദി, നല്ല കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ജയിക്കാൻ തുടങ്ങണം. നമുക്ക് ഒറ്റക്കല്ല, ആത്മാവിനാൽ. പരിശുദ്ധാത്മാവെ സഹായിക്കണം. എൻ്റെ കൺമോഹം, എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ കണ്ണ് പോയി പെട്ടുകിടക്കുക, എൻ്റെ കണ്ണ് വലിക്കാൻ കഴിയുന്നില്ല, നീ എന്നെ സഹായിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് മുഴുവനും നമ്മളിപ്പോൾ ഒരു ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ്, ജയിച്ചടക്കുന്നത്, ജയാളിയാകുന്നത് ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സമയങ്ങളൊക്കെ നാളെ എഴുതി വെക്കുക. ഓരോ ദിവസം എത്ര മണിക്കൂർ ഫേസ്ബുക്കിൽ കളയുന്നുണ്ട്, എത്ര മണിക്കൂർ മൊബൈലിൽ കളയുന്നുണ്ട്, എത്ര മണിക്കൂർ ജോലി എടുക്കുന്നുണ്ട്, കർത്താവിനോടുകൂടെ എത്ര സെക്കൻഡ് ഉണ്ടെന്നൊക്കെ അല്ലേ, മണിക്കൂർ പറയാൻ പറ്റത്തില്ല നമുക്ക്, സെക്കൻഡൊക്കെ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ച് ഈ നിങ്ങൾ തൂക്കി നോക്കുക. ഇതുകൊണ്ട് പോയാൽ നിത്യതയിൽ പോകാൻ കഴിയുമോ? അറ്റ്ലീസ്റ്റ് ദശാംശമെങ്കിലും 24 മണിക്കൂർ ദശാംശമെങ്കിലും കർത്താവിനോടുകൂടെ ഇരിക്കുവാൻ നമുക്ക് മനസ്സ് വെച്ചേ മതിയാകത്തുള്ളൂ.